ശാന്തമായിട്ടിരിക്കാം. പ്രിയപ്പെട്ടവരെ, ആദ്യമായിട്ടൊക്കെ വന്നിട്ടുള്ളവർക്ക് വേണ്ടി പറയുകയാണ്, വചന ശുശ്രൂഷ ആരംഭിക്കുകയാണ്. വചന ശുശ്രൂഷ കഴിയുന്നതുവരെ നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ നിന്ന് എഴുന്നേൽക്കാൻ ഇനി ആർക്കും അനുവാദമുണ്ടായിരിക്കുന്നതല്ല. കൊറിന്തോസുകാർക്ക് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായം 18-ാമത്തെ തിരുവചനം. കൊറിന്തോസുകാർക്ക് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായം 18-ാമത്തെ തിരുവചനം. കർത്താവിന്റെ മഹത്വം കണ്ണാടിയിൽ എന്ന പോലെ മൂടുപടമണിയാത്ത മുഖത്ത് പ്രതിഫലിക്കുന്ന നാം എല്ലാവരും അവിടുത്തെ സാദൃശ്യത്തിലേക്ക് മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ആത്മാവായ കർത്താവിന്റെ ദാനമാണ്. വലതുകരമുയർത്തി വീശിക്കൊണ്ട് പറയാം, കർത്താവിന്റെ മഹത്വം കണ്ണാടിയിൽ എന്ന പോലെ മൂടുപടമണിയാത്ത മുഖത്ത് പ്രതിഫലിക്കുന്ന നാം എല്ലാവരും അവിടുത്തെ സാദൃശ്യത്തിലേക്ക് മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ആത്മാവായ കർത്താവിന്റെ ദാനമാണ്. ഇരുകരങ്ങളും ഉയർത്തി വീശിക്കൊണ്ട് പറയാം, കർത്താവിന്റെ മഹത്വം മൂടുപടമണിയാത്ത മുഖത്ത് കണ്ണാടിയിൽ എന്നതുപോലെ കണ്ടുകൊണ്ടിരിക്കുന്ന നാം എല്ലാവരും അവിടുത്തെ സാദൃശ്യത്തിലേക്ക് മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ആത്മാവായ കർത്താവിന്റെ ദാനമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമുക്ക് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ആ ഒരു സന്തോഷത്തോടുകൂടെ അടുത്തിരിക്കുന്നവരുടെ മുഖത്ത് നോക്കി ഒരു സ്തുതി പറഞ്ഞ് ഈശോ മിശിഹായിക്ക്. അടുത്തിരിക്കുന്നവർക്ക് സ്തുതി കൊടുക്കുക. കൈ കൂട്ടാൻ പഠിക്കും. ചില ആളുകൾക്ക് കൈ കൂട്ടാൻ അറിഞ്ഞോളാം. കൈ കൂട്ടാൻ പഠിച്ചു. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. കൈ കൂട്ടാനും പറയാം, കൂപ്പാനും പറയാം അല്ലേ? ഹല്ലേലൂയ. കറി കൂട്ടാൻ മാത്രം അറിഞ്ഞു. കൈ കൂട്ടാൻ. പ്രൈസ് ദി ലോർഡ്. സുഖമാണോ? ആണോ? എന്നാ കരങ്ങൾ ഉയർത്തി വീശിക്കൊണ്ട് അടുത്തിരിക്കുന്നവരെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞേ ഹല്ലേലൂയ. കുറച്ചുകൂടി നന്നായിട്ട് ചിരിച്ചിട്ട് പറഞ്ഞേ ഹല്ലേലൂയ. അച്ഛനെ നോക്കി ചിരിച്ചിട്ട് പറഞ്ഞേ ഹല്ലേലൂയ. കുറച്ചുകൂടി നന്നായിട്ട് ചിരിച്ചിട്ട് പറഞ്ഞേ മൊത്തത്തിൽ ഒരു ഇരുട്ടാണ്, ഒരു ഇത്തിരി വെട്ടമൊക്കെ ഉണ്ടാവട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും ഒന്ന് ഈശോയെ നോക്കി ചിരിച്ചിട്ട് പറഞ്ഞേ ഹല്ലേലൂയ. യെസ്. അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? എന്താണ് നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? രൂപാന്തരീകരണം. രൂപാന്തരീകരണം സംഭവിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ദൈവമഹത്വം കിട്ടും. സംഭവിച്ചില്ലെങ്കിൽ എന്ത് കിട്ടും? കുന്തം കിട്ടും. ഹല്ലേലൂയ. സംഭവിച്ചാൽ എന്ത് കിട്ടും? പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമുക്ക് ദൈവമഹത്വം കിട്ടണം എന്ന് നിർബന്ധമുണ്ടോ? കിട്ടിയിട്ട് ഇപ്പൊ എന്ത് ചെയ്യും? ഇതിപ്പോ നമ്മൾ ചോദിക്കില്ല, നിനക്ക് ഇതിപ്പോ കിട്ടിയിട്ട് ഇപ്പൊ എന്ത് ചെയ്യാനാണെന്ന് ചോദിച്ചു. യേശുവിനെ പോലെ ജീവിക്കണം, ദൈവവുമായി ഐക്യത്തിൽ ജീവിക്കണം. ഹല്ലേലൂയ. ദൈവമഹത്വം കിട്ടിയില്ലെങ്കിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എന്താണ് കുഴപ്പം? ഇതിപ്പോ കിട്ടിയില്ലെങ്കിൽ എന്താ കുഴപ്പം? റേഷൻ കടയിലുള്ള അരി മേടിച്ചില്ലെങ്കിൽ ഇപ്പൊ എന്താ കുഴപ്പം? ഇത് കിട്ടിയില്ലെങ്കിലുള്ള കുഴപ്പം ചെറിയൊരു കുഴപ്പമുള്ളൂ, ജീവിതം പാഴാവും. ജീവിതം പാഴായി. ദൈവമഹത്വം കിട്ടിയില്ല എങ്കിൽ ജീവിതം പാഴാണ്. അപ്പോൾ ജീവിതം പാഴാകാതിരിക്കാനുള്ള വഴിയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ചില ആളുകളെ കുറിച്ചൊക്കെ പറയാറില്ലേ, അവന്റെ ജന്മം
അവളുടെ ജന്മം എന്ത് കിട്ടിയില്ലെങ്കിൽ ദൈവമഹത്വം കിട്ടിയില്ലെങ്കിൽ. ഇപ്പൊ ജോലി കിട്ടിയില്ല എന്ന് വിചാരിച്ച് ജീവിതം പാഴാകണമെന്നില്ല. സൗഖ്യം കിട്ടിയില്ല എന്ന് വിചാരിച്ച് ജീവിതം പാഴാകണമെന്നില്ല. സന്താന സൗഭാഗ്യം ലഭിച്ചില്ല എന്ന് വിചാരിച്ച് ജീവിതം പാഴാകുന്നില്ല. അല്ലെങ്കിൽ കല്യാണം നടന്നില്ല എന്ന് വിചാരിച്ച് ജീവിതം പാഴാകുന്നില്ല. ഉണ്ടോ? ഉണ്ടോ? ഇല്ല. പക്ഷെ ദൈവമഹത്വം കിട്ടിയില്ല എങ്കിൽ ജീവിതം ഹല്ലേലൂയ. കടബാധ്യതയോടുകൂടെ ഒരാൾ ജീവിക്കുകയും മരിക്കുകയും ചെയ്തു എന്ന് വിചാരിച്ച് അയാളുടെ ജീവിതം പാഴാകണമെന്നുണ്ടോ? ഇല്ല. ഹല്ലേലൂയ. ഒരു ജീവിത അവസാനം വരെ അയാൾക്ക് സ്വന്തമായിട്ടൊരു വീടുണ്ടായിരുന്നില്ല എന്ന് വിചാരിച്ച് അയാളുടെ ജീവിതം പാഴാകണമെന്നുണ്ടോ? ഇല്ല. ഇനി അതുപോലെ ഈ ഭൂമിയിലുള്ള എന്തുമായിട്ട് ബന്ധിപ്പിച്ചും നമുക്ക് ആ ചോദ്യം ചോദിക്കാവുന്നതാണ്. അത് കിട്ടിയില്ല, ഇത് കിട്ടിയില്ല എന്ന് വിചാരിച്ചു. പക്ഷേ ദൈവമഹത്വം കിട്ടിയില്ല എങ്കിൽ, കിട്ടുന്നില്ല എങ്കിൽ നിന്റെ ജീവിതം, അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ജീവിതം പാഴാകാതിരിക്കാനുള്ള അതിപ്രധാനമായിട്ടുള്ള പഠനമാണ്. വിദേശത്ത് പോയില്ല എന്ന് വിചാരിച്ച് ജീവിതം പാഴാവോ? ഇല്ല, പാഴാവില്ല. ചിലപ്പോ പോയി എന്ന് വിചാരിച്ച് പാഴാവാറുണ്ട്. ചില കാര്യങ്ങൾ കിട്ടിയത് കൊണ്ട് ജീവിതം പാഴായിപ്പോയ ആളുകളുണ്ട്, ഇല്ലേ? ഒരു സഹോദരി പറഞ്ഞു, അച്ഛാ, ഞാൻ കല്യാണം കഴിച്ചതോടുകൂടെ എന്റെ ജീവിതം പാഴായിപ്പോയി. കഴിക്കാതിരുന്നത് കൊണ്ട് പാഴായില്ല. സഹോദരി മാത്രമല്ല, സഹോദരന്മാരും പറയാറുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ചത്തെ ക്ലാസ്സിൽ വരാതിരുന്നവരൊന്ന് കൈവയ്ക്ക്. ലീവ് ലെറ്റർ കൊണ്ടുവന്നിട്ടുണ്ടോ? അപ്പോ നമ്മൾ ഈ ആഴ്ചകളിൽ കഴിഞ്ഞ എത്ര ആഴ്ചയായി അമ്മ ത്രേസ്യയുടെ ജീവിതം ഒന്നാം സദനം, രണ്ടാം സദനം, മൂന്നാം സദനം ഒക്കെ ആയിട്ട് പഠിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 5-6 ആഴ്ചയായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അമ്മ ത്രേസ്യ എഴുതിയ അഭ്യന്തര ഹർമ്മ്യം എന്ന ഒരു പുസ്തകത്തെ കുറിച്ചാണ്. ഇതാണ് ആ പുസ്തകം. ചെറിയ ഒരു പുസ്തകമാണ്. അമ്മ ത്രേസ്യ 2 ആഴ്ച കൊണ്ട് എഴുതിയ പുസ്തകമാണ്. ഹല്ലേലൂയ. ഇതിൽ പറഞ്ഞിട്ടുള്ള വിഷയം പ്രാർത്ഥനയുടെ വിവിധ തലങ്ങളെ കുറിച്ചാണ്. പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യൻ കടന്നു പോകുന്ന ആന്തരികവും ബാഹ്യവുമായിട്ടുള്ള സംഘർഷങ്ങൾ, പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യൻ എടുക്കേണ്ട തീരുമാനങ്ങൾ, പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനുണ്ടാകുന്ന പ്രലോഭനങ്ങൾ, പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനുണ്ടാകുന്ന വരങ്ങൾ, കൃപകൾ, പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ എങ്ങനെയാണ് തൻ്റെ പ്രാർത്ഥനയുടെ 7 തലങ്ങൾ സഞ്ചരിക്കുന്നത്. ഇതിന്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ യാത്രയുടെ ആരംഭവും അവസാനവും എന്ന് വിളിക്കാവുന്ന ഒരു ചിന്ത നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ പരിശുദ്ധ ത്രിത്വം ശോഭയോടെ വസിക്കുന്നു. അത് ആ ശോഭ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇങ്ങനെ ബഹിർഗമിച്ചു കൊണ്ടിരിക്കുന്നു. പുറത്തു നിൽക്കുന്ന മനുഷ്യൻ അകത്തേക്ക് 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 അകത്തേക്ക്, ഈശോ പറഞ്ഞതുപോലെ അകത്ത് കയറി വാതിലടച്ച്, വീണ്ടും അകത്തു കയറി വാതിലടച്ച്, അകത്ത് കയറി വാതിലടച്ച്, അകത്ത് കയറി അകത്ത് കയറി അകത്ത് കയറി 7ാമത്തെ മുറിയിലിരിക്കുന്ന പരിശുദ്ധ ത്രിത്വവുമായി ലയിച്ചു ചേർന്ന്, ഒരു മണവാളനിൽ മണവാട്ടി ലയിച്ചു ചേരുന്നത് പോലെ ലയിച്ചു ചേർന്ന്, ഒരു കടലിൽ പുഴ ലയിച്ചു ചേരുന്നത് പോലെ ലയിച്ചു ചേർന്ന്, ഒരു മുറിയിൽ പ്രകാശങ്ങൾ ഒന്നായി, 2 തിരിനാളങ്ങളുടെ പ്രകാശങ്ങൾ ഒന്നായിരിക്കുന്നത് പോലെ, അത് ചേർത്ത് വെച്ചാൽ ഒന്നായിരിക്കുന്നത് പോലെ, അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ ഈ ദേവാലയത്തിനകത്തുള്ള പ്രകാശം, അത് വലതുവശത്തു നിന്നും ഇടതുവശത്തു നിന്നും മുൻപിൽ നിന്നും പിറകിൽ നിന്നും ഒക്കെയുള്ള പ്രകാശം ലയിച്ചു ചേർന്നിരിക്കുന്നത് പോലെ, അതിനെ വിഭജിക്കാൻ പറ്റാത്തതുപോലെ,
അല്ലെങ്കിൽ ഒരു മുറിയിലെ 2 ജനാലകൾക്കിടയിലൂടെ കടന്നു വരുന്ന പ്രകാശരശ്മികൾ ഈ മുറിയുടെ അകത്ത് ലയിച്ചു ചേർന്ന് അത് വേർതിരിക്കാൻ പറ്റാത്ത ഒറ്റ പ്രകാശമായി മാറിയിരിക്കുന്നത് പോലെ എൻ്റെ ആത്മാവും ദൈവത്തിൻ്റെ ആത്മാവും ലയിച്ചു ചേരുന്ന ദൈവ സായുജ്യമെന്ന് വിളിക്കുന്ന ആ തലത്തിലേക്ക് ഉള്ള യാത്രയിലാണ് നമ്മൾ. കൈയടിച്ച് നന്ദി പറയാം, ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ ഈശോയേ ഈശോയേ. അതായത് നിത്യതയിൽ എന്താണ് സംഭവിക്കുന്നത് എന്നതിൻ്റെ ഒരു മിനിയേച്ചർ ഫോമാണ്. നിത്യതയിൽ സംഭവിക്കുന്ന ആ ദൈവ സായുജ്യത്തിന്റെ, ദൈവവുമായിട്ടുള്ള ലയനത്തിന്റെ ഈ ഭൂമിയിലുള്ള മുന്നാസ്വാദനമാണ് ഈ പ്രാർത്ഥന എന്നത്. പ്രാർത്ഥനയാണ് ദൈവവുമായി ലയിച്ചു ചേരുന്നതിനുള്ള ഏക വഴി. എന്താണ്? പ്രാർത്ഥനയാണ്. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ സൂചിപ്പിച്ച ചില സൂചനകൾ, അതായത് മനോഹരമായൊരു വീട് ഉള്ളിൽ കിട്ടിയിട്ട് വീട്ടിൽ കയറാതെ പുറത്ത് ചുറ്റി നടക്കുന്നവരെ പോലെയാണ് പ്രാർത്ഥിക്കാത്ത മനുഷ്യർ. പ്രാർത്ഥിക്കുന്ന മനുഷ്യരാരാണ്? വീട് കിട്ടിയിട്ട് ആ താക്കോലുകൊണ്ട് വീട് തുറന്ന് അകത്ത് കയറി അകത്ത് താമസിക്കുന്ന ബുദ്ധിമാനെ പോലെയാണ് പ്രാർത്ഥിക്കുന്നവർ. അപ്പോൾ പ്രാർത്ഥിക്കാത്തവർ ആരാണ്? വീട് കിട്ടിയിട്ട് വീട്ടിൽ കയറാതെ പുറത്ത് ചുറ്റി നടന്ന് വീടിനെ കുറിച്ച് കുറ്റം പറഞ്ഞു ആളുകളെ പോലെ. അപ്പോൾ അവിടെ നിൽക്കട്ടെ. അപ്പോൾ നമ്മൾ നമ്മുടെ ഉള്ളിലാണ് അപ്പോ ഒന്നാം സദനത്തിന്റെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഒന്നാം സദനത്തിൽ നമ്മൾ ആരാണെന്നും ദൈവം ആരാണെന്നുമുള്ളൊരു ബോധത്തോടുകൂടെ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ എന്താണ് പ്രാർത്ഥിക്കുന്നത് എന്നുള്ള ചിന്തയോടുകൂടെ ഞാൻ ആരാണ്, ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ ആരാണ് എന്നൊരു ചിന്ത. എൻ്റെ പാസ്റ്റ് ഐഡന്റിറ്റി, പ്രസന്റ് ഐഡന്റിറ്റി, ഫ്യൂച്ചർ ഐഡന്റിറ്റി നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതാണ്. നേരത്തെയുള്ള ക്ലാസ്സുകൾ നിങ്ങൾ താല്പര്യത്തോടുകൂടെ കേൾക്കുക, യൂട്യൂബിലുണ്ട്. ഇനി അപ്പോൾ ഒന്നാം സദനം എന്ന് പറയുന്നത് ആത്മബോധത്തിന്റെ സദനമാണ്. രണ്ടാം സദനം, അതായത് ഒന്നാമത്തെ കോട്ട കഴിഞ്ഞ് രണ്ടാമത്തെ കോട്ട എന്ന് പറയുന്നത് എന്താണ്? രണ്ടാമത്തെ കോട്ടയിലുള്ള ഏറ്റവും പ്രത്യേകത എഴുതി വെച്ചിട്ടുള്ള ഒരു പുസ്തകം കൊടുക്ക്. എഴുതി വെച്ചിട്ടില്ലേ? യൂട്യൂബിലുണ്ടല്ലോ. അപ്പോൾ ഇത് രണ്ടാമത്തെ സദനം ബാറ്റിൽ ഫീൽഡാണ്, യുദ്ധമാണ്. എന്താണ് യുദ്ധം? നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്ന, നമ്മെ തിന്മ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന, നന്മയും തിന്മയും തമ്മിലുള്ള ഒരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. രണ്ടാം സദനത്തിൽ കുറെ നമ്മൾ നേരത്തെ വളരെ വിശദമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ആവർത്തിക്കുന്നില്ല. മൂന്നാം സദനം എന്ന് പറയുന്നത്, മൂന്നാം സദനത്തിലെ പ്രത്യേകത എന്താണ്? ആരെങ്കിലും ഒരാൾ പറ. വെരി ഗുഡ്. ഏഞ്ചൽ പറഞ്ഞിട്ടുണ്ട്, കൈയടിച്ച്. ഏഞ്ചൽ ഇന്ന് കുറച്ച് കഞ്ഞി കൂടുതൽ കുടിച്ചു. ഹല്ലേലൂയ. അപ്പോൾ മൂന്നാം സദനം എന്ന് പറയുന്നത് ആഗ്രഹങ്ങളുടെ സദനമാണ്. എന്തൊക്കെയാണ്? വലിയ വലിയ ആഗ്രഹങ്ങൾ. എന്താണ് ആഗ്രഹം? എല്ലാ ആഗ്രഹവും ഉണ്ടാ? എന്താണ് നമ്മുടെ ചെറിയൊരു ആഗ്രഹം? ഈശോ അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞേ, എടി എനിക്കൊരു ആഗ്രഹമുണ്ട്. അടുത്തിരിക്കുന്ന ചേട്ടനോട് പറഞ്ഞേ, ചേച്ചിയോട് പറഞ്ഞേ, എനിക്കൊരു ആഗ്രഹമുണ്ട്, ഈശോയെ പോലെ ആകണം. വേറെ ആരോടും പറയരുതെന്നൂടെ പറഞ്ഞു. ഹല്ലേലൂയ. ഒന്ന് പറ, എനിക്ക് ഈശോയെ പോലെ ആകണമെന്ന് പറ. ചിരിച്ചുകൊണ്ടിരിക്കുന്നു. പറയുന്ന നിങ്ങൾ ആദ്യം അനുസരിച്ചാൽ ഐശ്വര്യം ഉണ്ടാവുന്ന പറ. കൈ കൊടുക്ക്, കാശ് കൊടുക്കണ്ട, കൈ കൊടുക്ക്. ഹല്ലേലൂയ. അപ്പോൾ ഈ വലിയൊരു ആഗ്രഹം നിനക്കുണ്ടല്ലോ എന്നോർത്തൊരു ഷെയ്ക്കാൻ്റെ കൊടുത്ത് കൺഗ്രാജുലേഷൻ പറ. നമുക്ക് മാത്രം ഈ ആഗ്രഹമുള്ളൂ, ബാക്കിയുള്ളവർക്കൊക്കെ വേറെ പല ആഗ്രഹങ്ങളാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ഒറ്റ ആഗ്രഹം എന്താണ്? ഈശോയെ പോലെ. ഒരു ഒച്ചത്തിൽ പറഞ്ഞ് മൈക്ക് പിടിക്കട്ടെ. ഈശോയെ പോലെ ആകണം, അല്ലേ? പ്രൈസ് ദി ലോർഡ്. വേറെ വല്ല ആഗ്രഹം ഉണ്ടോ? വേറെ വല്ല നിയോഗം ഉണ്ടോ? സാരമില്ല.
പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അത് ഈശോയെ പോലെ ആകണം ഒന്ന്. പിന്നെ വേറെന്താ ആഗ്രഹം? വിശുദ്ധരായി തീരണം. ഇല്ലേ, നമ്മൾ പാട്ടിൽ പാടിയില്ലേ? നമ്മളുടെ ആ പാട്ടിൽ കുറച്ച് ആഗ്രഹങ്ങളുണ്ട്. എന്തൊക്കെയാണ് ആഗ്രഹങ്ങൾ? യേശുവിനെ പോലെ ഭൂവിൽ ജീവിക്കാൻ വരം നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതായത് നമ്മൾ പാടിയ പാട്ടിലെ ആഗ്രഹങ്ങൾ എങ്ങനെയൊക്കെയാണ്? യേശുവിന്റെ സ്നേഹിതരായി തീരുവാൻ എനിക്കൊരു ആശ. എങ്ങനത്തെ ആശയാണത്? ചിന്ന ചിന്ന ചിറകടിക്കും. എന്താണ് ആശ? യേശുവിന്റെ സ്നേഹിതരായി തീരുവാൻ ആശ. ഇവിടെ ഒരു ആശ ടീച്ചർ വരാറുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ യേശുവിന്റെ സ്നേഹിതരായി തീരുവാൻ ആശ. പിന്നെ ആശ എന്താണെന്ന് അറിയാവോ? യേശുവിന്റെ പ്രേക്ഷിതരായി തീരുവാൻ. ഒന്ന് പറഞ്ഞേ. തീരുവാൻ 100 പേരെ ഈശോയിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ. ഹല്ലേലൂയ. പിന്നെ യേശുവിനെ പോലെ ഭൂവിൽ ജീവിക്കാൻ ആശ. ഹല്ലേലൂയ. ഇന്ന് നിങ്ങൾ വീട്ടിൽ ചെന്നിട്ട് സഹോദരിമാര് ഭർത്താക്കന്മാരോട് പറയും, ചേട്ടാ എനിക്കൊരു ചിന്ന ചിന്ന ആശയുണ്ട്, ചിറകടിക്കും ആശയുണ്ട്. ആ ആശ ഏതാണ്? യേശുവിനെ പോലെ ഭൂവിൽ ജീവിക്കാൻ ആശ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ചൊല്ലുന്ന പ്രാർത്ഥനയുണ്ടല്ലോ, കുർബാന സ്വീകരണത്തിന് ശേഷം ചൊല്ലുന്ന പ്രാർത്ഥന, ഈശോയെ എന്റെ ചിന്തയെ നീ ഭക്ഷിക്കണമേ എന്ന പ്രാർത്ഥനയില് ഈശോയെ പോലെ ചിന്തിക്കാൻ ആശ. അല്ലേ? നമ്മൾ എന്തെങ്കിലും പ്രാർത്ഥിക്കുന്നത് എന്തുകൊണ്ടാണ്? അതിനോട് നമുക്ക് ആശയുള്ളത് കൊണ്ടാണ്. അപ്പോൾ നമ്മുടെ ആശ എന്താണ്? ഈശോയെ പോലെ ചിന്തിക്കാൻ ആശ. ഒരു കൊച്ചിന് ഫുൾ A+ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നത് എന്തുകൊണ്ടാണ്? അത് കിട്ടാൻ ആഗ്രഹമുള്ളതുകൊണ്ടാണ്. ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് ഈശോയെ പോലെ കാണാൻ ആശ. ഈശോ കണ്ടതുപോലെ കാണാൻ ഉണ്ടോ? ഈശോ സംസാരിച്ചതുപോലെ സംസാരിക്കാൻ ആശ. ഈശോ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാൻ, ഈശോ ക്ഷമിച്ചതുപോലെ ക്ഷമിക്കാൻ. ഈശോ കൈനീട്ടി തൊട്ട് സുഖപ്പെടുത്തിയതുപോലെ സുഖപ്പെടുത്താൻ. അല്ലേ? അത് എല്ലാവർക്കും ഉണ്ട്. ഞാൻ തൊടുമ്പോ സുഖം പ്രാപിക്കണം. അല്ലേ? ആശ. ഈശോ കുരിശ് വഹിച്ചതുപോലെ വഹിക്കാൻ. ഈശോ കരങ്ങൾ വിരിച്ച് കുരിശിൽ മരിച്ചതുപോലെ മരിക്കാൻ. ഞങ്ങളെല്ലാം അതിന് പ്രത്യേകിച്ച് ആശിക്കേണ്ട കാര്യമൊന്നുമില്ല. എല്ലാ ദിവസവും മരിച്ചുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. ഈശോ നടന്നതുപോലെ നടക്കാൻ, ഈശോ ചുറ്റി സഞ്ചരിച്ചതുപോലെ ചുറ്റി സഞ്ചരിക്കാൻ. ശരിയാണ്. കറങ്ങി നടക്കാൻ. അത് ശരിയാണ്. കാൽവരി കയറാൻ, ഹോളി ലാൻഡിൽ പോവാനല്ല, കാൽവരി സഹനങ്ങളുടെ പാത കുരിശ് വഹിച്ചുകൊണ്ട് ജീവിതയാത്ര നടത്താൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ക്രിസ്തുവായി വളരാൻ, സ്നേഹമായി തീരാൻ, വചനമായി വളരാൻ, വെളിച്ചമായി തീരാൻ. ചിന്ന ചിന്ന പരിശുദ്ധ അമ്മയെ പോലെ വിശുദ്ധിയിൽ ജീവിക്കാൻ, വിശുദ്ധ ഔസേപ്പ് പിതാവിനെ പോലെ വിശുദ്ധിയിൽ ജീവിക്കാൻ, വേറൊരു അമ്മ ത്രേസ്യയായി തീരാൻ. എടുത്തിരിക്കുന്നവരോട് പറഞ്ഞ് എനിക്കൊരു അമ്മ ത്രേസ്യ ആവണം. അപ്പോൾ യെസ്, കം ബാക്ക്. നമ്മുടെ ഈ വലിയ ആഗ്രഹങ്ങൾ, നമുക്ക് കുരിശ് വഹിക്കാൻ ആശ, കാൽവരി കയറാൻ ആശ, വിശുദ്ധരായി തീരാൻ ആശ, ഇപ്രകാരമുള്ള വലിയ ആഗ്രഹങ്ങൾ നമുക്കുണ്ടെങ്കിൽ അമ്മ ത്രേസ്യ പറയുകയാണ്, നമ്മൾ 3-ാം സദനത്തിലെത്തിയിരിക്കുന്നു. നമ്മൾ ഏത് സദനത്തിലെത്തിയിരിക്കുന്നു? ആവിലാ സദനത്തിലല്ല, 3-ാം സദനത്തിൽ എത്തിയിരിക്കുകയാണ്. ഇനി ഈ 3-ാം സദനത്തിൽ എത്തിയിരിക്കുന്ന നമുക്ക് ഉണ്ടാകുന്ന ചില പ്രയാസങ്ങളെ കുറിച്ച് അമ്മ ത്രേസ്യ പറയുകയാണ്. അപ്പോൾ ഇപ്രകാരം നമുക്ക് ഈ ആഗ്രഹങ്ങൾ ഉള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ആഴ്ച അച്ഛൻ നിങ്ങളോട് പറഞ്ഞു, ആശ്രമത്തിലെ സിനിമാക്കാര് വന്ന് ഹോൾ ഏറ്റെടുത്ത കാര്യം പറഞ്ഞത് ഓർക്കുന്നില്ലേ?
ആ പഴയ കെട്ടിടത്തെ, മാറാല പിടിച്ച് കിടന്നിരുന്ന കെട്ടിടത്തെ നല്ല വൃത്തിയാക്കി കാർപ്പറ്റ് ഇട്ട് പെയിന്റ് അടിച്ച് ഡെക്കറേഷനൊക്കെ ചെയ്ത് സ്വർണ്ണ നൂല് കൊണ്ട് അലങ്കരിച്ച് അല്ലെങ്കിൽ ഒത്തിരി ഡെക്കറേഷനൊക്കെ ചെയ്ത് ഒരു കൊട്ടാരം പോലെ ആക്കിയത് എങ്ങനെയാണ്? അവിടെ ഉണ്ടായിരുന്ന പഴയതൊക്കെ എടുത്ത് മാറ്റി നമ്മുടെ ഹൃദയത്തെ കൊട്ടാരം പോലെ, കൊട്ടാരമാകാനായിട്ട് കപ്പാസിറ്റിയുള്ള, സാധ്യതയുള്ള ഈ ആത്മാവിനെ, അതുപോലെ ദൈവം പഴയത്, ദൈവത്തിന് ചേരാത്തത് എടുത്തു മാറ്റുകയും ആ കൊട്ടാരത്തിന് ചേരുന്ന സുഹൃതങ്ങൾ കൊണ്ട്, പുണ്യങ്ങൾ കൊണ്ട്, മനോഭാവങ്ങൾ കൊണ്ട്, നിലപാടുകൾ കൊണ്ട്, ചിന്തകൾ കൊണ്ട്, ആഗ്രഹങ്ങൾ കൊണ്ട് നമ്മുടെ ആത്മാവിനെ അലങ്കരിച്ച് ഒരു ദൈവീക ഭവനമായി, ഒരു രാജകീയ ആലയമായി നമ്മുടെ ആത്മാവിനെ ദൈവം മാറ്റും. നമ്മൾ ഒരു കാര്യം ചെയ്താൽ മതി, വിട്ടുകൊടുത്താൽ മതി. ഹല്ലേലൂയ. ഈ സിനിമാക്കാർക്ക് ആശ്രമം വിട്ടുകൊടുക്കണേന് നമുക്ക് വല്ല ചെലവുണ്ടോ? ഒരു ചെലവുമില്ല. നമ്മളൊന്ന് മാറി കൊടുത്താൽ മതി, അവര് കൊടുത്തോളൂ. ഇനി അവര് തിരിച്ചു പോകുമ്പോ ചെലവില്ല എന്ന് മാത്രമല്ല, ഒരു 5 ദിവസം നമ്മുടെ ഈ പഴയ സാധനം ഉപയോഗിച്ചതിന് ഒരു ദിവസം 10,000 രൂപ വെച്ച് വാടക. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ പറഞ്ഞു, വാടക തന്നില്ലേലും കുഴപ്പമില്ല, സ്ഥിരമായിട്ട് എടുത്തു. നമ്മുടെ വീട് നന്നായി കിട്ടിയെന്ന് മാത്രമല്ല, വാടകയും കിട്ടി അല്ലേ? അപ്പോ നമ്മൾ പറഞ്ഞു 5 ദിവസം ആക്കണ്ട, കുറച്ച് ദിവസം കൂടുതൽ ഷൂട്ട്. ഇതുപോലെയാ നമ്മുടെ പാപം നിറഞ്ഞ, ബലഹീനതകൾ നിറഞ്ഞ ആത്മാവിനെ നമ്മൾ ദൈവത്തിന് വിട്ടുകൊടുത്തപ്പോൾ ദൈവം അതിനെ നന്മകൾ കൊണ്ട്, പുണ്യങ്ങൾ കൊണ്ട് നിറച്ച് തനിക്ക് പ്രിയപ്പെട്ട അമൂല്യമായൊരിടമാക്കി മാറ്റുന്നു എന്ന് മാത്രമല്ല, നമ്മളെ തന്നെ വിട്ടുകൊടുത്തതിന്റെ പ്രതിഫലം അവൻ ഈ ഭൂമിയിലും സ്വർഗത്തിലും നമുക്ക് വേണ്ടി കരുതി വെച്ചിട്ടുണ്ട്. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ, ഈശോയേ, ഈശോയേ. അമ്മ ത്രേസ്യ പറയുകയാണ്, നമ്മെ തന്നെ മുഴുവനായി അർപ്പിക്കുന്നത് വരെ തന്നെ തന്നെ മുഴുവനായും ദൈവം നമുക്ക് തരികയില്ല. നമ്മളെ തന്നെ മുഴുവനായി വിട്ടുകൊടുത്താലേ. നിങ്ങൾക്കൊരു വീടുണ്ടെന്ന് വിചാരിക്കും, 2 നില വീട്. ഒരു നില നിങ്ങൾ വാടകയ്ക്ക് കൊടുത്തു, എന്നിട്ട് പറയുകയാണ് 2 നില വീടിന്റെ വാടക തരണമെന്ന് പറഞ്ഞാൽ കിട്ടോ? നിങ്ങൾ 1 നില കൊടുത്തിട്ടുള്ളെങ്കിൽ 1 നിലയുടെ വാടക നിങ്ങൾക്ക് കിട്ടുള്ളൂ. നിങ്ങൾ എത്ര സ്ക്വയർ ഫീറ്റ് വിട്ടുകൊടുത്തിട്ടുണ്ട് അതനുസരിച്ചാണ് നിങ്ങൾക്ക് വാടക കിട്ടുന്നത്. നിങ്ങൾ പൂർണ്ണമായി വിട്ടുകൊടുത്താലേ അവൻ തന്നെ നമുക്ക് പൂർണ്ണമായി നൽകുകയുള്ളൂ. ഹല്ലേലൂയ. അമ്മ ത്രേസ്യ ചോദിക്കുന്നൊരു ചോദ്യം ഇതാണ്, നീയാകുന്ന രാജഹർമ്മ്യത്തെ, എന്താണ്? നീയാകുന്ന രാജഹർമ്മ്യത്തെ ഹീന വസ്തുക്കൾ കൊണ്ട് നിറച്ചാൽ സ്വർഗരാജന് എങ്ങനെ സ്ഥലം കണ്ടെത്താൻ കഴിയും? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നീയാകുന്ന രാജഹർമ്മ്യത്തെ ഹീന വസ്തുക്കൾ കൊണ്ട് നിറച്ചാൽ സ്വർഗരാജന് എങ്ങനെ സ്ഥലം കണ്ടെത്താൻ കഴിയും? അപ്പോ 3-ാം സദനത്തിലുള്ളവർ ചെയ്യുന്നത് എന്തൊക്കെയാണ്? ശ്രദ്ധിച്ചോ. ആഗ്രഹമുണ്ടായി എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം കാര്യമില്ല. ദൈവത്തെ ദ്രോഹിക്കാതിരിക്കാൻ അതീവ ശ്രദ്ധ. ചെറിയ ശ്രദ്ധയല്ല. ഒന്ന് ഇടത്തോട്ട് തിരിയുമ്പോ, വലത്തോട്ട് തിരിയുമ്പോ, ഒന്ന് കണ്ണ് തുറക്കുമ്പോ, കണ്ണടക്കുമ്പോ, കൈ നീട്ടുമ്പോ, കാല് ചലിക്കുമ്പോ ഒരു തീരുമാനം വേണം. ആരെ? ദൈവത്തെ ദ്രോഹിക്കാതിരിക്കാൻ അതീവ ശ്രദ്ധ. ഓരോ വാക്കിലും, ഓരോ നോക്കിലും, ഒരു ഇരിപ്പിലും, കിടപ്പിലും, നടപ്പിലും ദൈവത്തെ ദ്രോഹിക്കാതിരിക്കാൻ ശ്രദ്ധ വയ്ക്കുന്നു. 2, ലഘുപാപത്തിൽ പോലും വീഴാതെ ഒഴിഞ്ഞു മാറുന്നു. 3, പ്രായശ്ചിത്തം ചെയ്യാൻ അവർക്ക് താല്പര്യമുണ്ട്. ലഘുപാപത്തിൽ വീഴാതെ പോലും ഒഴിഞ്ഞു മാറി. അച്ഛനോട് കുറച്ച് നാളുകൾ മുമ്പ് ഒരു സഹോദരൻ വന്നിട്ട് ഭയങ്കര കാര്യത്തോടു കൂടി പറഞ്ഞു, അച്ഛാ, എൻ്റെ കസിൻസും എൻ്റെ റിലേറ്റീവ്സും ഒക്കെ കള്ള് കുടിക്കാൻ പോകുമ്പോ എന്നെ കൊണ്ടുപോകും. പക്ഷെ ഞാൻ എന്നെ കൊണ്ടുപോകും. എന്തിനു വേണ്ടിയാണ് കൊണ്ടുപോകുന്നതെന്ന് അറിയാവോ? ഇയാൾ കുടിക്കില്ല.
ഇയാൾ കുടിക്കാത്ത ഒരാളായതുകൊണ്ട് അവര് ബാറിൽ കുടിച്ച് തിരിച്ചു വരുമ്പോ വണ്ടി ഓടിക്കുന്ന ആള് കുടിച്ചിട്ടുണ്ടാവരുത് അല്ലേ? മറ്റേ പോലീസുകാർ ഇങ്ങനെ ഊതാൻ പറയില്ലേ, മണപ്പിച്ച് നോക്കുമ്പോ കുടിക്കാത്ത ഒരാൾ വേണം വണ്ടി ഓടിക്കാൻ. അപ്പൊ അവര് എന്നെയാണ് കൊണ്ടുപോകുന്നത്, ഞാൻ അവരുടെ കൂടെ നിന്ന് കുടിക്കൊന്നുമില്ല. അങ്ങനെ ഇയാള് പല പ്രാവശ്യം പോയി കുറച്ചു നാൾ കഴിഞ്ഞപ്പോ ഭാര്യ അച്ഛനൊരു മെസ്സേജ് വിട്ടു, ചേട്ടന്റെ ഭാര്യ, അച്ഛാ ഇപ്പൊ എന്റെ ചേട്ടൻ മറ്റേ കസിൻസിനേക്കാളും വെല്ലുന്ന മുഴുക്കുടിയനായിട്ട് മാറി. ഹല്ലേലൂയ. അപ്പോൾ ലഘുപാപത്തിൽ ഇതിനോട് താല്പര്യമില്ലാതിരുന്ന ഒരാളാണ്, കുടിക്കാതിരുന്ന ഒരാളാണ്, അവർക്ക് ഡ്രൈവറായിട്ട് കോൺഫിഡൻസോടുകൂടി അവർ കൂടെ കൂട്ടിക്കൊണ്ടു പോയിരുന്ന ഒരാളാണ്. ഇപ്പോ അയാൾ മുഴുക്കുടിയനായിട്ട് മാറി. അപ്പോ ലഘുപാപത്തിൽ പോലും ഇയാൾ ചെയ്യേണ്ടിയിരുന്ന എന്താണ്? ഞാൻ കുടിക്കാത്ത ഒരാളാണ്, ഞാൻ കുടിക്കുന്ന ആളുകളുടെ കൂടെ കമ്പനിക്ക് പോകുന്നില്ല എന്ന് തീരുമാനിക്കേണ്ടതായിരുന്നു. ലഘുപാപത്തിൽ പോലും വീഴാതെ ഒഴിഞ്ഞു മാറുന്നു. പ്രാശ്ചിത്തം ചെയ്യാൻ അവർക്ക് താല്പര്യമുണ്ട്. ഹല്ലേലൂയ. അല്ലേ? നമുക്ക് ഉരുൾ നേർച്ച നടത്താനും മുട്ടൽ വലിയാനും ഒക്കെ എന്തുണ്ട്? താല്പര്യമുണ്ട്. പ്രാർത്ഥനയ്ക്ക് ശേഷമുള്ള സമയം നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതാണ്, അച്ഛനാ ജസ്റ്റ് ഓടിച്ചു പോകുന്നുള്ളൂ. പ്രാർത്ഥനയ്ക്ക് ശേഷമുള്ള സമയം മറ്റുള്ളവരെ സഹായിക്കുന്നതിന് ഉപവിപ്രവർത്തനങ്ങൾക്ക് ചെലവഴിക്കുന്നു. സംസാരത്തിലും വസ്ത്രധാരണത്തിലും വളരെ സൂക്ഷിക്കുന്നു. അവർ ആയുസ്സും അർത്ഥവും നല്ലവണ്ണം ചെലവഴിക്കുന്നു. ദൈവത്തിന് പ്രീതികരമായ വിധത്തിൽ മാത്രം ചെലവഴിക്കുന്നു. ദൈവത്തിന്റെ ആശ്രിതരാണ് തങ്ങളെന്ന ബോധം അവർക്കുണ്ട്. അവർക്കൊരു ബോധമുണ്ട്, ഞങ്ങൾ ലോകത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്നവരല്ല, ഞങ്ങൾ ഞങ്ങളിൽ തന്നെ ആശ്രയിച്ച് ജീവിക്കുന്നവരല്ല, ഞങ്ങൾ ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ് എന്ന ഒരു ബോധമുണ്ട്. ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്നവരെങ്ങനെ ആയിരിക്കുമെന്നാണ് വചനം പറഞ്ഞിട്ടുള്ളത്. ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്നവർ, യെരമ്യായുടെ പുസ്തകം 17-ാം അധ്യായം 7-ഉം 8-ഉം തിരുവചനങ്ങൾ. കർത്താവിൽ ആശ്രയിക്കുന്നവർ ആറ്റുതീരത്ത് നട്ട വൃക്ഷം പോലെ ആയിരിക്കും. അവർക്ക് ഇല കൊഴിയുകയില്ല, എപ്പോഴും അവർ ഫലം ചൂടി ഇങ്ങനെ പച്ചപ്പോടുകൂടെ നിൽക്കും. കർത്താവിൽ ആശ്രയിക്കാതെ സമ്പത്തിൽ ആശ്രയിക്കുന്നവർ, മനുഷ്യരിൽ ആശ്രയിക്കുന്നവർ, മനുഷ്യർ പറയുന്ന മായാസ്തുതികളിൽ മനം കൊടുത്തു ജീവിക്കുന്നവർ, അവർ എങ്ങനെയായിരിക്കും? യെരമ്യാ 17:5-6 തിരുവചനങ്ങൾ. അവർ മരുഭൂമിയിലെ ഒരു നിലത്ത്, മരുഭൂമിയിലെ പാറയിടക്കുകൾക്കിടയിൽ നിൽക്കുന്ന കുറ്റിച്ചെടി പോലെ ഉണങ്ങി വരണ്ടു നിൽക്കും. കാരണം അവരുടെ ആശ്രയം ലോകത്തിലാണ്. ലോകത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്നവരുടെ ജീവിതം വരണ്ടുണങ്ങിപ്പോകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൽ ആശ്രയിച്ച് ജീവിക്കുന്നവൻ, അവന് സമ്പത്തില്ലെങ്കിലും, അവന് വീടില്ലെങ്കിലും, അവന് ജോലിയില്ലെങ്കിലും, ഈ ലോകം വലുതെന്ന് പറയുന്ന ഒരു പ്രതാപവുമില്ലെങ്കിലും, അവന്റെ ജീവിതം ദൈവത്തിന്റെ കണ്ണിൽ ഫലം ചൂടി നിൽക്കുന്ന ഒരു ജീവിതമായിരിക്കും. അപ്പോൾ ചോദ്യം, കുഞ്ഞേ നീ സന്തോഷത്തിന് വേണ്ടി ആരെയാണ് ആശ്രയിക്കുന്നത്? കുഞ്ഞേ നീ സ്നേഹത്തിന് വേണ്ടി ആരെയാണ് ആശ്രയിക്കുന്നത്? അത് കർത്താവിന്റെ ആശ്രിതരാണ് എന്ന ബോധമുണ്ടാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു മകൻ പറഞ്ഞു, അച്ഛാ ഞാൻ ഇത്രയും നാൾ ജീവിച്ചത് പാർട്ടി എന്നെ നോക്കിക്കൊള്ളും എന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ ജീവിക്കുന്ന ആളുകളുണ്ട്. എനിക്ക് എന്ത് വന്നാലും പാർട്ടിയുണ്ട് എന്ന ഒരു ചിന്തയിൽ ജീവിച്ച ഒരു യുവാവാണ് ഞാൻ. ഇപ്പൊ എന്ത് പറ്റി മോനെ? ഇപ്പൊ അവൻ പറഞ്ഞു, അച്ഛൻ ബാക്കി ഇടക്കുള്ള കഥകൾ കട്ട് ചെയ്തിട്ട് പറയട്ടെ. ഇപ്പൊ എനിക്ക് മനസ്സിലായി, പാർട്ടി ഇല്ല എന്ന് മനസ്സിലായി, പാർട്ടി നോക്കുകയില്ല എന്ന് മനസ്സിലായി. പാർട്ടി നോക്കുകയില്ല എന്ന് മാത്രമല്ല, എന്നെ പാർട്ടി തന്നെ എന്നെ കൊല്ലാനുള്ള കൊട്ടേഷൻ കൊടുക്കാൻ സാധ്യതയുണ്ട് എന്നും എനിക്ക് മനസ്സിലായി. അവൻ ചോദിച്ചു, അച്ഛാ ഞാൻ രാത്രി ഇവിടെ നിന്നോട്ടെ? എന്തിനാടാ? ഞാൻ പോകുന്ന വഴിക്ക് എന്തെങ്കിലും പറ്റിയാൽ. അച്ഛൻ പറഞ്ഞു, ഇവിടെ നിന്നോ, നീ പോകുന്ന വഴിക്ക് വല്ലതും പറ്റിയാൽ പോലീസ് അച്ഛനെ അന്വേഷിച്ചു വരും.
നേരം വെളുത്തിട്ട് പോയാൽ മതി. അപ്പോൾ നീ പാർട്ടിയുടെ ഒരു ആശ്രിതനാണെന്ന് ജീവിച്ച് നിനക്ക് ജീവിതകാലം മുഴുവൻ നടക്കാനൊന്നും പറ്റില്ല. കുറച്ചു നാളൊക്കെ അങ്ങനെ അങ്ങോട്ട് പോകും. പിന്നെ എവിടെയെങ്കിലും നിന്റെ തിരി കെട്ടുപോകുന്ന ഒരു നാളിൽ, എവിടെങ്കിലും വെച്ച് നിന്റെ തിരി കെട്ടുപോകുമ്പോ, നാഥാ തുറക്കണമേ എന്ന് പറഞ്ഞ് നീ വാതിലിൽ മുട്ടുമ്പോ, നിന്നെ എനിക്ക് അറിയുകയില്ല എന്ന് അകത്തു നിന്നൊരു സ്വരം കേൾക്കാതിരിക്കണമെങ്കിൽ ദൈവത്തിന്റെ ആശ്രിതരാണ് എന്ന ബോധത്തോടുകൂടെ അവര് ജീവിക്കും. മൂന്നാം സദനത്തിൽ അമ്മ ത്രേസ്യ പറഞ്ഞു, നമുക്ക് ദൈവത്തിന്റെ നേർക്കുള്ള സ്നേഹത്തിന്റെ അളവനുസരിച്ചാണ് അവിടെ നിന്ന് നമുക്ക് പ്രതിഫലം നൽകുന്നത്. എന്തിന്റെ അളവനുസരിച്ച്? പ്രിയപ്പെട്ടവരെ, നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നവരാണെന്ന് വിചാരിച്ച്, നമ്മൾ വീട്ടിൽ കുടുംബ പ്രാർത്ഥന ചൊല്ലുന്നവരാണ് എന്ന് വിചാരിച്ച്, നമ്മൾ മാമോദീസ സ്വീകരിച്ചവരാണെന്ന് വിചാരിച്ച്, നമ്മൾ ദിവ്യകാരുണ്യം സ്വീകരിക്കുന്നവരാണെന്ന് വിചാരിച്ച്, നമ്മൾ ആവിലയിൽ എല്ലാ വ്യാഴാഴ്ചയും വരുന്നവരാണ് എന്ന് വിചാരിച്ച്, ഇനി ഓൺലൈനിലുള്ളവർ വിട്ടുകിടക്കുന്നുണ്ട്, അവരെ കൂടി കൂട്ടി, ഓൺലൈനിൽ ശുശ്രൂഷയിൽ കൂടുന്നവരാണ് എന്ന് വിചാരിച്ച് ദൈവത്തോട് ആഴമുള്ള സ്നേഹമുള്ളവരാണ് എന്ന് നിർബന്ധമില്ല. ഇല്ല എന്ന് പറയുന്നില്ല, ഉണ്ട് എന്ന് നിർബന്ധമില്ല. ഉള്ളതിന്റെ അടയാളമാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ വരില്ലായിരുന്നു, അല്ലേ? ഉണ്ട്. അത് എത്രമാത്രമുണ്ട്? നിങ്ങളുടെ ഇടതുവശത്തും വലതുവശത്തും ഇരിക്കുന്ന ആളുടെ സ്നേഹത്തിന്റെ ഡിഗ്രിയല്ല നിങ്ങൾക്കുള്ളത്. ഇവിടെ 1000 പേരുണ്ടെങ്കിൽ, ഇവിടെ ഒരു 5000 പേരുണ്ടെങ്കിൽ, 5000 പേരുടെയും സ്നേഹത്തിന്റെ ഗ്രാഫ് പലതാണ്. അതൊരൊറ്റ ഗ്രാഫ് അല്ല, അത് വേരിയേഷൻ ഉള്ളതാണ്, അത് പലതാണ്. 1000 ഉണ്ടെങ്കിൽ 1000 ടൈപ്പാണ്. ഹല്ലേലൂയ. അപ്പൊ അമ്മ ത്രേസ്യ പറയുകയാണ്, അപ്പൊ നിന്റെ സ്നേഹം വർദ്ധിപ്പിക്കുക എന്നത് നിന്റെ ഉത്തരവാദിത്തമാണ്. നമുക്ക് ഓരോരുത്തർക്കും ഈശോയോടുള്ള ഗാഢമായ സ്നേഹവും ആഴമായ ബന്ധവും വളർത്തുക എന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. കൈയടിച്ച് നന്ദി പറയാം. അപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്. ഈ നമ്മുടെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് 30%. ദൈവം ചെയ്യുന്നത് 70%. ഈ അമ്മ ത്രേസ്യയുടെ ഈ പുസ്തകത്തിന്റെ പ്രാർത്ഥനയുടെ 7 തലങ്ങളിൽ ആദ്യത്തെ 3 തലങ്ങൾ ഈ 30% കുറിച്ചാണ്. ഈ 30% നമ്മുടെ ഒരുക്കം. നമ്മൾ പാപം ഉപേക്ഷിച്ചു, നമ്മൾ ഉപവസിച്ചു, നമ്മൾ ത്യാഗമെടുത്തു, നമ്മൾ ഉരുൾ നേർച്ച നടത്തി, നമ്മൾ പ്രാർത്ഥിച്ചു. അങ്ങനെ നമ്മൾ കൊടുത്തതിന്റെ 30% ആദ്യത്തെ 3 സദനങ്ങൾ. പിന്നീടുള്ള 4 സദനങ്ങൾ 70% ദൈവം ചെയ്യുന്നതാണ്. കൈയടിച്ച് നന്ദി പറയാം. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമുക്ക് എത്ര മാർക്ക് കിട്ടിയാ ജയിക്കും? 40% മാർക്ക് കിട്ടിയാ ജയിക്കും, ഇല്ലേ? അപ്പൊ ദൈവം 70 തന്നാ നമ്മൾ പാസ്സായില്ലേ? പക്ഷേ നമ്മുടെ 30 ഇടാതെ ദൈവം 70 ഇടൂല്ല. ഹല്ലേലൂയ. അപ്പോൾ ഇത്രയും പറഞ്ഞ് നമ്മൾ മൂന്നാം സദനത്തിന്റെ 2-ാം അധ്യായം, ഇത്രയുമാണ് മൂന്നാം സദനത്തിന്റെ 1-ാം അധ്യായത്തിലുള്ളത്. 2-ാം അധ്യായത്തിൽ നമ്മൾ പറയുകയാണ്, ഈ കാര്യങ്ങളൊക്കെ അമ്മ ത്രേസ്യ പറയാണ്, ഈ കാര്യങ്ങളൊക്കെ ആരാണ് പാലിക്കേണ്ടത്? മിണ്ടാമഠത്തിലെ സിസ്റ്റേഴ്സിന് വേണ്ടി എഴുതിയ പുസ്തകമാണെങ്കിലും അമ്മ ത്രേസ്യ കുറച്ചുദാഹരണങ്ങൾ. വിശുദ്ധരായി തീരേണ്ടത് കന്യാസ്ത്രീകൾ മാത്രമാണോ? ആണോ? അല്ല. ഇനിയിപ്പോ അവരായില്ലേലും കുഴപ്പമില്ല, നമുക്കാവണ്ടേ? വേണ്ടേ? അച്ഛൻ വിശുദ്ധനായില്ലെങ്കിൽ നിങ്ങൾക്ക് വിശുദ്ധനാവണ്ടേ? വേണ്ടേ? പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അമ്മ ത്രേസ്യ പറയാണ് ഒരു ഉദാഹരണം. ഹോളിനെസ് ഓഫ് ദ ലേ പീപ്പിൾ എന്നാണ് അതിന്റെ ടൈറ്റിൽ നമ്മൾ എഴുതി വെച്ചിരിക്കുന്നത്. അതായത് ഒരു കാശുകാരൻ, 3-ാം സദനത്തിലുള്ള ഒരു കാശുകാരൻ, അയാൾക്ക് ഒരു 8 കോടി രൂപ നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കും.
ഓക്കെ. പക്ഷേ അമ്മത്രേസ്യ പറയാണ് അയാൾക്ക് ജീവിക്കാനുള്ള വകയൊക്കെ ഉണ്ട്, അയാളുടെ മക്കൾക്ക്. അമ്മത്രേസ്യ പറഞ്ഞിരിക്കുന്ന ഉദാഹരണം, അയാൾക്ക് മക്കളില്ല. അയാൾക്ക് മക്കളില്ല, ഇനിയിപ്പോ എഴുതി കൊടുക്കേണ്ട ആരുമില്ല. അത്യാവശ്യം അയാൾക്ക് ജീവിക്കാനായിട്ടുള്ള ചുറ്റുപാടുണ്ട്. പക്ഷെ അയാളുടെ ഒരു കുറച്ച് പണം, അച്ഛൻ ഒരു 8 കോടി എന്ന് എഴുതിയതാണ്, 10 കോടി ആയിക്കോട്ടെ, 10 കോടി പോയി എന്ന സമയത്ത് ഈ 3-ാം സദനത്തിലുള്ള ആളാണെങ്കിൽ അയാൾ എന്ത് ചിന്തിക്കും? നമ്മളാണെങ്കിൽ എന്ത് ചിന്തിക്കും? 10 കോടി ഒരാൾ പറ്റിച്ചുകൊണ്ട് പോയി. അച്ഛനോട് ഒരു സഹോദരൻ ഒരു ധ്യാനത്തിന്റെ സമയത്ത് രോഗസൗഖ്യ ആരാധനയ്ക്ക് വന്നിരിക്കുന്ന ഒരു സഹോദരൻ പറഞ്ഞു, അച്ഛൻ തലയെ കൈവച്ച് പ്രാർത്ഥിക്കാം. അപ്പൊ നിയോഗം വല്ലതും ഉണ്ടോന്ന് ചോദിച്ചപ്പോ ഈ സഹോദരൻ പറഞ്ഞു, അച്ഛ എന്നെ ഒരാള് 6 കോടി രൂപ പറ്റിച്ചിട്ട് ഞാൻ ഇവിടെ നിൽക്കാം. അയാൾ എന്നെ അത് പറ്റിച്ചു. എനിക്കാണെങ്കിൽ അത് ലീഗലായിട്ട് അങ്ങനെ പോവാനായിട്ട് അധികം താല്പര്യമില്ല. അയാൾക്ക് മനസ്സ് തിരിഞ്ഞ് അയാൾ തന്നാൽ മാത്രമേ എനിക്ക് ആ പണം കിട്ടുള്ളൂ, 6 കോടി. അപ്പൊ അച്ഛൻ ചോദിച്ചു, അത് ശരി, വേറെ വല്ലതും ഉണ്ടോ? അയാൾ പറഞ്ഞു, എന്റെ ഡയബറ്റിക്, ഈ സഹോദരൻ പറഞ്ഞു, എന്റെ ഡയബറ്റിക് ഇപ്പൊ 300 ആയിട്ടുണ്ടോ? ശരി. അപ്പൊ അച്ഛൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, 6 കോടിയല്ലേ, കോട്ടയെന്ന് വിചാരിക്കുക. അച്ഛന്റെ അല്ലല്ലോ, കാശാരുടെയാണ്? ഈ ആന്റണി ചേട്ടന്റെയാണ്. കഴിഞ്ഞ ദിവസം പ്രസംഗം പറഞ്ഞ ആന്റണി ചേട്ടനില്ലേ? ആന്റണി ചേട്ടന്റെയാണ് കാശ്. ആന്റണി ചേട്ടൻ 6 കോടി പറ്റിച്ചിരിക്കുകയാണ്. അച്ഛൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, 6 കോടി ക്ഷമിക്ക്, വിട്ടുകള. ശരി, വിട്ടുകളഞ്ഞു. എന്നിട്ട് പോയി ഷുഗർ ചെക്ക് ചെയ്യാൻ പറഞ്ഞു. 300 ഉണ്ടായിരുന്ന ഷുഗർ ആന്റണി ചേട്ടൻ പറഞ്ഞു 100 ആയിട്ട് മാറി. ഹല്ലേലൂയ. ഷുഗർ ശരിക്കും മാറിയതാണോ എന്നറിയാൻ വേണ്ടി കാച്ചിലൊക്കെ കുറെ തിന്നു നോക്കി എന്ന് പറഞ്ഞു. എന്നിട്ടും കൂടിയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, പറഞ്ഞു വരുന്നത് അതിനെക്കുറിച്ച് ആവലാതി വലിയൊരു എമൗണ്ട് ആണ് അല്ലേ? നമ്മൾ 6 കോടി ഒരുമിച്ച് എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല. ഹല്ലേലൂയ. അപ്പോൾ അത് പോട്ടെ എന്ന് വിചാരിച്ചു. അത് പോട്ടെ എന്ന് വിചാരിക്കുക മാത്രമല്ല, അത് പോയി. അപ്പോൾ കർത്താവ് അത് ഇരട്ടിയായിട്ട്, അപ്പൊ 3-ാം സദനത്തിലുള്ള ഒരാളോട് അത് പറയുമ്പോൾ അയാൾക്കത് വിട്ടുകൊടുക്കാൻ പറ്റും. 2-ാം സദനത്തിലും 1-ാം സദനത്തിലും വീടിന്റെ പുറത്ത് ചുറ്റി നടക്കുന്ന ഒരാളോട് 6 കോടി പോട്ടെ എന്ന് പറഞ്ഞാൽ അയാൾ പറയും, അന്ന് പ്രാർത്ഥന അവസാനിപ്പിച്ച് ഞാൻ പോട്ടെ എന്ന് പറയും. ഹല്ലേലൂയ. അപ്പൊ അതാണ് ഒരു പ്രത്യേകത. രണ്ടാമതായിട്ട്, ഈ 3-ാം സദനത്തിലുള്ള ആളുകൾ കാശ് എങ്ങനെയെങ്കിലും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓടി നടക്കുന്ന ആളുകളായിരിക്കുകയില്ല. സാധാരണ ആളുകൾ എങ്ങനെയാണ്? കാശുണ്ടാക്കാൻ എങ്ങനെയും ഓടി നടക്കുന്ന ആളുകളുണ്ട്. എത്ര സമ്പാദിച്ചാലും മതി വരാത്ത ആളുകളുണ്ട്. ഒരു ചേട്ടനോട് കുറെ നാൾ മുമ്പ് അച്ഛൻ ചോദിച്ചു, ചേട്ടാ പള്ളിയിലൊക്കെ കൃത്യമായിട്ട് പോകുന്നുണ്ടോ? അച്ഛൻ പോകുന്നുണ്ടോന്നോ? ഞാൻ ഒരൊറ്റ വർഷം മുടങ്ങാതെ എല്ലാ ദുഃഖ വെള്ളിയാഴ്ചയും പള്ളിയിൽ പോയിട്ടുണ്ട്. എന്നോടാണ് അച്ഛൻ ചോദിക്കുന്നത്, പള്ളിയിൽ പോവാറുണ്ട്. അപ്പൊ അച്ഛൻ ചോദിച്ചു, ഈസ്റ്ററിന് പോവാറില്ല, ക്രിസ്മസിനും പോവാറില്ല, ദുഃഖ വെള്ളിയാഴ്ചത്തെ കാര്യം പറയാ അച്ഛൻ, ഞാൻ അപ്പോ ഈ ചേട്ടനൊരു അനാദിക്കടയുണ്ട്, പലചരക്ക് കടയൊക്കെ ഉണ്ട്. അപ്പൊ ഈ കട ഞായറാഴ്ച ആളുകൾ കുർബാന കഴിഞ്ഞ് വരുമ്പോഴേക്കും എല്ലാം റെഡിയാക്കി വെക്കണ്ടേ? ക്രിസ്മസിന്റെ അന്നും ചിലപ്പോ ഒരു 5-6 പേര് ആരെങ്കിലും വീട്ടില് സാധനങ്ങൾ മേടിക്കാത്തവരുണ്ടെങ്കിൽ അവരുടെ കാര്യം നമ്മൾ തന്നെ നോക്കണ്ടേ? വേണ്ടേ? അപ്പൊ ദുഃഖ വെള്ളിയാഴ്ച ഒഴിച്ച് ബാക്കി എല്ലാ ദിവസവും ചേട്ടൻ കട തുറക്കും. അപ്പൊ അച്ഛൻ ചോദിച്ചു, ശരി, എന്നിട്ട് ഇപ്പൊ കഷ്ടപ്പെട്ട് ഇങ്ങോട്ട് എന്ന് ദുഃഖ വെള്ളിയാഴ്ച അല്ലല്ലോ. അപ്പൊ ചേട്ടൻ പറഞ്ഞു, അച്ഛൻ എനിക്ക് ഒരു 15 ലക്ഷം രൂപയുടെ കടമുണ്ട്. ഓഹോ. ദുഃഖ വെള്ളിയാഴ്ച ഒഴിച്ച് ബാക്കി എല്ലാ ദിവസവും കട തുറന്നിട്ടും ചേട്ടന് കട കൂടിയതല്ലാതെ, അല്ലേ? കടയല്ല കൂടിയത്, കടം കൂടിയതല്ലാതെ അത് കുറഞ്ഞിട്ടില്ല. പ്രിയപ്പെട്ടവരെ, അച്ഛനറിയാം, ഇവിടെ ചില ആളുകളുണ്ട് വ്യാഴാഴ്ച കട നടത്തുന്ന ചില ആളുകൾ വ്യാഴാഴ്ച കടയുടെ മുമ്പിൽ എഴുതി വെച്ച് ഇവിടെ വന്നിട്ടുള്ള ആളുകളുണ്ട്. വ്യാഴാഴ്ച കാലത്ത് കട അവധി എന്ന് പറഞ്ഞ് എഴുതി വെച്ച് വന്നിട്ടുള്ളവരുണ്ട്. അച്ഛനറിയാം. ഹല്ലേലൂയ. ഒരു ചേട്ടൻ അച്ഛനോട് പറഞ്ഞാണ്, അച്ഛൻ എന്റെ കടയുടെ മുമ്പിൽ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് വ്യാഴാഴ്ച കാലത്ത് കട അവധി, ഉച്ച കഴിഞ്ഞ് ഇവിടുന്ന് പോയിട്ട് ബാക്കി ഉള്ളത് മതി എന്ന് പറയുന്ന, ദൈവം തരുന്നത് മതി. ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആളുകളുണ്ട്, വാഹന ടാക്സി ഓടിക്കുന്ന ആളുകളുണ്ട്. വ്യാഴാഴ്ച ഉച്ച കഴിഞ്ഞിട്ടുള്ള ഓട്ടം മതി
എന്നിട്ട് കിട്ടിയത് ഇത് മുഴുവൻ നേരം ഓടിയിട്ട് കിട്ടിയത് കൊണ്ട് ഇപ്പൊ ഇത്രയല്ലേ ആയുള്ളൂ. ഇനിയിപ്പോ കുറച്ച് കാലത്ത് ഒരിത്തിരി നേരം 3-4 മണിക്കൂർ ഓടിയില്ല എന്ന് വിചാരിച്ച് ചാവണമെങ്കിൽ ചാവട്ടെ എന്ന് പറഞ്ഞു. അതായത് ദൈവം തരുന്നത് മതി എന്ന് പറഞ്ഞ്. ചില ആളുകൾക്ക് ധ്യാനത്തിന് പോകാൻ സമയമില്ല, ഒരു ലീവ് എടുക്കാൻ സമയമില്ല. അച്ഛൻ ലീവ് എടുത്ത ഇനിയിപ്പോ ക്യാഷ് ലീവ് ഒന്നും, മറ്റേ സാധാരണ നോർമൽ ലീവ് ഒന്നുമില്ല. പൈസ പോണെങ്കിൽ പോട്ടെ, ആ പൈസ പോട്ടെ എന്ന് വിചാരിച്ച് ലീവ് എടുക്ക്. പറ്റൂലേ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം തരുന്നത് മതി എന്ന് പറയുന്ന മനോഭാവത്തോടുകൂടെ ജീവിക്കുന്ന ആളുകളുണ്ട്. അവർ ഈ 3-ാം സദനത്തിലാണ്. ഇനി 4-മതായിട്ട് അവരെ ആരെങ്കിലും നിന്ദിച്ചാൽ, അവരെ ഒരു ഉദാഹരണത്തിന് ആരെങ്കിലും തെറി വിളിച്ചാൽ അവര് എന്ത് വിചാരിക്കും? നിന്ദിക്കപ്പെട്ടത് നന്നായി, എനിക്കത് 2 കേൾക്കേണ്ടതായിരുന്നു. സ്വയം പറയാണ്, വേറുള്ളവര് പറയല്ല. എന്താണ്? അവരെന്നെ കുറച്ച് പറ്റിച്ചത് എനിക്ക് നന്നായി. ദാവീദ് അങ്ങനെ പറഞ്ഞതിന്റെ ഒരു ഉദാഹരണം വചനത്തിലുണ്ട്. ദാവീദ്, കഴിഞ്ഞ ആഴ്ച ജോസഫ് അച്ഛൻ അത് പ്രസംഗിച്ച, ദാവീദ് ഇങ്ങനെ പോകുമ്പോ ദാവീദിനെ ഒരാള് കുടുംബക്കാരൊന്നും പറയരുത് നമ്മള്. അയാളൊരു പാവം ചെയ്തതിന് കുടുംബക്കാരൻ പറയട്ടെ. താങ്ക് യു, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പൊ അയാൾ ഇങ്ങനെ കല്ലും മണ്ണും ഒക്കെ വലിച്ചെറിഞ്ഞുകൊണ്ടിരുന്നപ്പോ ദാവീദ് പറയാണ്, അവൻ എന്നെ നിന്ദിക്കട്ടെ. അവൻ എന്നെ നിന്ദിക്കുമ്പോ അവന്റെ നിന്ദനം കേട്ട് ദൈവം എന്റെ മേലൊരു അനുഗ്രഹം തരുകയില്ലെന്നാര് കണ്ടു? അവൻ നിന്ദിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ആ ഒരു മനോഭാവം 3-ാം സദനത്തിലുള്ളവന്റെ മനോഭാവമാണ്. പുറത്തുള്ളവന്റെ മനോഭാവം എങ്ങനെയായിരിക്കും എന്നറിയാവോ? കല്യാണത്തിന് വിളിച്ചു, കല്യാണത്തിന് അവര് വന്ന് വിളിച്ചില്ല, അതുകൊണ്ട് പോകുന്നില്ല. അല്ല ചേച്ചി, വിളിച്ചതല്ലേ, എന്നെ അങ്ങനെ വെറുതെ ഫോണിലൂടെ ഒന്നും വിളിച്ചാ പോരാ അല്ലേ? ഫോണിലൂടെ വിളിച്ചത് എന്നെ നിന്ദിച്ചതിന് തുല്യമാണ്. ഞാൻ അവന്റെ സ്വന്തം അമ്മായി ആയിട്ട് അല്ലേ ചെന്ന് വിളിക്കേണ്ടതല്ലേ? ചെന്ന് മാത്രമല്ല, ഒരു സാരിയും തന്ന് വിളിക്കേണ്ടതായിരുന്നു. എന്നിട്ട് ഫോണിലൂടെ വിളിച്ചിട്ട് പറയാണ് കല്യാണത്തിന് വരണമെന്ന്. എന്റെ പട്ടിയോ? ഹല്ലേലൂയ. അപ്പോ അവര് 3-ാം സദനത്തിലല്ല. അപ്പോ ഞങ്ങൾ ചെന്നപ്പോ അവര് എഴുന്നേറ്റ് നിന്നില്ല. ഞാൻ ചെന്നപ്പോഴേ അവൻ എഴുന്നേറ്റ് നിന്നില്ല. അവൻ TV തന്നെ കണ്ടുകൊണ്ടിരുന്നു. അല്ലെങ്കിൽ ഫോൺ, കാമുകനും അല്ലെങ്കിൽ വിവാഹം ഉറപ്പിച്ചു വെച്ചിരിക്കാം. വിവാഹം ഉറപ്പിച്ചു വെച്ചുകൊണ്ടിരിക്കുമ്പോ പിള്ളേരുടെ പരാതി എന്താണെന്ന് അറിയാവോ? ഫോൺ വിളിച്ചില്ല, ഇന്ന് ഫോൺ വിളിച്ചില്ല, ഞാൻ വിളിച്ചിട്ട് തിരിച്ചു വിളിച്ചില്ല, എന്റെ കോള് കണ്ടിട്ട് ഞാനൊരു മെസ്സേജ് വിട്ടിട്ട് അത് മാത്രം നോക്കിയില്ല. അപ്പോ ഞാൻ നിന്ദിക്കപ്പെട്ടു, ഞാൻ കൊച്ചാക്കപ്പെട്ടു, ഞാൻ ചെറുതാക്കപ്പെട്ടു എന്നൊരു ചിന്തയിൽ ഇങ്ങനെ കിടന്നുരുകയാണ്. ഹല്ലേലൂയ. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് കേട്ടില്ല, ഞാൻ പറഞ്ഞത് കേട്ടില്ല. വിദേശത്ത് നിന്ന് വേറൊരു ഉദാഹരണം പറയാട്ടോ. വിദേശത്ത് നിന്ന് സഹോദരൻ വീട്ടിൽ വന്നു. 2 ദിവസമായിട്ടോയി അവൻ എന്നെ കാണാൻ വന്നിട്ടില്ല. ഇനിയിപ്പോ ഞാൻ അവനെ കാണാൻ പോകും അല്ലേ? വന്നിട്ട് 2 ദിവസമായിട്ടും അവൻ പല സ്ഥലത്തും പോയി, എന്റെ അടുത്ത് മാത്രം വന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്രകാരമുള്ള കുറെ ചിന്തകളൊക്കെ വരുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാവോ? എന്തുകൊണ്ടാണ് വരുന്നത്? അല്ലെങ്കിൽ വന്ന് വിളിച്ച്. പിന്നെ വേറൊരു ഉദാഹരണം അച്ഛന് കിട്ടിയത്, ഒരാൾ പറഞ്ഞ, അച്ഛാ ഞങ്ങൾ വളരെ അടുത്ത വീട്ടുകാരാണ്, പക്ഷേ ഉണ്ടല്ല തലേ ദിവസം ചെല്ലാൻ പറഞ്ഞില്ല കല്യാണത്തിനെ. തലേ ദിവസം അവര് ഒതുക്കിയൊക്കെയാണ് നടത്തുന്നതെന്നൊക്കെ പറഞ്ഞെങ്കിലും അവർ ഒതുക്കിയൊന്നുമല്ല നടത്തിയത്, ഞങ്ങളെ മാത്രം ഒഴിവാക്കി. തലേ ദിവസം ചെല്ലാൻ പറഞ്ഞില്ല, അതുകൊണ്ട് കല്യാണത്തിനും പോകുന്നില്ല. എന്താണ് ഞങ്ങളെ തലേ ദിവസം ഒഴിവാക്കിയത്? ഞങ്ങൾക്ക് ആശില്ലാണ്ടോ?
അപ്പൊ തലേ ദിവസം ഒഴിവാക്കിയോണ്ട് പിറ്റേ ദിവസം വിളിച്ചിട്ടുണ്ടല്ലോ, അതിനെങ്കിലും പോയിക്കൂടെ? അപ്പോ ഞങ്ങൾ വേണ്ടാത്തവരാണല്ലേ? ഇപ്രകാരം നിന്ദിക്കപ്പെട്ടു എന്ന ചിന്ത. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു സഹോദരി പറഞ്ഞു, അച്ഛൻ ഞങ്ങളോട് കെട്ടിക്കാൻ പോകാൻ പറഞ്ഞില്ല. പണ്ട് എങ്ങനെ ഉണ്ടായിരുന്നില്ല, നിങ്ങൾ കെട്ടിക്കാൻ പോകണം, ഞങ്ങളോട് കെട്ടിക്കാൻ പോകണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് വിളിച്ചെടുത്ത് പോലും, ചെല്ലാൻ പറഞ്ഞെടുത്ത് പോലും ചെല്ലുന്നില്ല. അപ്പോൾ ഇപ്രകാരമുള്ള, അച്ഛൻ വളരെ ഗാർഹികമായ ചില ഉദാഹരണങ്ങൾ എടുത്ത് പറഞ്ഞെന്നുള്ളൂ. നിങ്ങൾ ചിന്തിക്കേണ്ട, അയ്യോ ഞങ്ങളുടെ കാര്യമാണല്ലോ പറയണേ. അപ്പോ ഇപ്രകാരമുള്ള ചിന്തകളിൽ നിന്നെല്ലാം മോചനം പ്രാപിച്ച്, ഇപ്രകാരമുള്ള ചിന്തകൾ. അപ്പൊ അച്ഛൻ എല്ലാവരെയും നോക്കി, എന്നെ മാത്രം നോക്കിയില്ല അല്ലേ? ഇപ്രകാരമുള്ള ചിന്തകളിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്ന അവസ്ഥയാണ് മൂന്നാം സദനത്തിന്റെ അവസ്ഥ. എന്ന് മാത്രമല്ല, മറ്റുള്ളവർ എനിക്ക് തന്നതോ തരാത്തതോ അതിനെക്കുറിച്ച് ഒന്നും ഞാൻ മൈൻഡ് ആക്കുന്നില്ല എന്ന് മാത്രമല്ല, ഇനി എങ്ങാനും നിന്ദിക്കപ്പെട്ടാൽ, അപമാനിക്കപ്പെട്ടാൽ അയാൾ ചിന്തിക്കുകയാണ്, അപമാനിക്കപ്പെട്ടത് നന്നായി, എനിക്ക് കുറച്ചുകൂടെ ഒന്ന് എളിമ പഠിക്കാൻ പറ്റി. ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് ഞാൻ വലിയ ആളാണെന്നാണ്, ഞാനൊരു സംഭവമാണെന്നാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. കേൾക്കേണ്ടത് കേട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമ്മളൊന്നും അല്ല എന്ന് എനിക്ക് മനസ്സിലായത്. അപ്പൊ എളിമ അഭ്യസിക്കാൻ പറ്റി. അമ്മ ത്രേസ്യ പറയുകയാണ്, നിന്റെ ആത്മീയ വളർച്ചയ്ക്ക് അത് ഉപകരിക്കും. എന്നിട്ട് ഇതൊക്കെ മൂന്നാം സദനത്തിലുള്ളവർക്കാണ് ഇതൊന്നും കുഴപ്പമില്ല എന്ന് പറയാൻ പറ്റുള്ളൂ കേട്ടോ. വീടിന്റെ പുറത്ത് ചുറ്റി നടക്കുന്നവർക്ക് ഇതെല്ലാം പ്രധാനപ്പെട്ടതാണ്. അവര് പ്രധാനപ്പെട്ടതായി ഉള്ളി കരുതുക മാത്രമല്ല, പറ്റുന്നവരോടൊക്കെ ചെന്ന് പറയും, എന്നെ വിളിച്ചില്ല, എന്നെ വന്ന് വിളിച്ചില്ല, എനിക്ക് തന്ന് വിളിച്ചില്ല എന്ന് പറയുകയും ചെയ്യും. അത് പുറത്തുള്ളവരുടെ കാര്യം. അപ്പൊ അച്ഛൻ പറയുന്നത്, അമ്മ ത്രേസ്യ ഇതെന്തിനാ പറയുന്നത്? നീ ഇപ്പോ ഏത് സദനത്തിലെത്തി എന്ന് പരിശോധിക്കാൻ വേണ്ടിയാണ്. ഈ പരിശോധന കഴിഞ്ഞപ്പോ നിങ്ങൾക്ക് ഇപ്പൊ ഏത് സദനത്തിലാണെന്നാണ് തോന്നണത്? 30-ാം സദനത്തിൽ. ഹല്ലേലൂയ. അപ്പോ ഡിറ്റാച്ച്മെന്റ് ഫ്രം വൺസ് ഓൺ വിൽ, എന്റെ തന്നെ ഇഷ്ടങ്ങളിൽ നിന്ന് എനിക്ക് ഒരു ഡിറ്റാച്ച്മെന്റ്. ഞാൻ ലോകത്തിന്റെ, ഞാൻ വസ്തുക്കളിൽ നിന്ന്. അമ്മ ത്രേസ്യ ചോദിക്കുകയാണ്, നിങ്ങൾ പരിത്യജിച്ചു എന്ന് പറയുന്ന വസ്തുക്കളിൽ നിന്നും നിങ്ങൾ തികച്ചും വിമുക്തരാണോ? ഇത് നമ്മളോടുള്ള ചോദ്യമല്ല, മിണ്ടാമരത്തിലെ കന്യാസ്ത്രീകളോടുള്ള ചോദ്യമാണ്. നിങ്ങൾ വിട്ടുപേക്ഷിച്ചു എന്ന് പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾ ശരിക്കും വിട്ടുപേക്ഷിച്ചോ? നമ്മൾ ധരിക്കുന്നത് സന്യാസ വസ്ത്രമാണോ അല്ലയോ എന്നതല്ല പ്രശ്നം. അമ്മ ത്രേസ്യ സിസ്റ്റേഴ്സിനോട് പറയാണ്, നമ്മൾ ഈ ഉടുപ്പിട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല പ്രശ്നം. സുഹൃതങ്ങൾ അഭ്യസിക്കുന്നതിലും നമ്മുടെ മനസ്സിനെ ദൈവേഷ്ടത്തിന് പൂർണ്ണമായി വിധേയപ്പെടുത്തുന്നതിലും അവിടുത്തെ തിരുമനസ്സിനനുസൃതമായി നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുന്നതിലും സർവശ്രദ്ധയും ചെലുത്തുന്നതാണ് കാര്യമായിട്ടുള്ളത്. കൈയടിച്ച് നന്ദി പറയാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പോൾ ദൈവേഷ്ടത്തിന് പൂർണ്ണമായി വിധേയപ്പെടുത്തുന്നതിലാണ്, ദൈവ തിരുമനസ്സിനനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുന്നത് ആണ് സർവപ്രധാനമായിട്ടുള്ളത്. ഉടുപ്പിട്ടിട്ടുണ്ടോ എന്നുള്ളതല്ല മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ്. നമ്മളത് ഇട്ടിട്ടുണ്ടല്ലോ, പക്ഷെ അതുകൊണ്ടായില്ല. നീ മാമോദീസ സ്വീകരിച്ചത് കൊണ്ടായില്ല, നീ കുർബാന കൈക്കൊണ്ടത് കൊണ്ടായില്ല, നീ പള്ളിയിൽ പോയത് കൊണ്ടായില്ല. പിന്നെ നിന്റെ ജീവിതം ദൈവത്തിന്റെ തിരുമനസ്സിനനുസൃതമായി നിന്റെ എല്ലാ കാര്യങ്ങളും, ഒരു ദിവസം ആരംഭിക്കുന്നത് മുതൽ അവസാനിക്കുന്നത് വരെ നീ ചെയ്യുന്ന ജോലികള്, നിന്റെ വിനോദങ്ങള്, നിന്റെ ആഗ്രഹങ്ങള്, നിന്റെ സംസാരങ്ങള് എല്ലാം ദൈവ തിരുമനസ്സിനനുസൃതമായി ക്രമപ്പെടുത്തുന്നതിൽ, ഓറിയന്റ് ചെയ്യുന്നതിൽ നിനക്ക് സർവശ്രദ്ധയുമുണ്ടോ? ഉച്ചത്തിൽ വിളിച്ചേ ഈശോയേ.
ഈശോയേ. അപ്പൊ നിന്റെ ആഗ്രഹങ്ങൾ മാറ്റിവെച്ചിട്ട് ദൈവത്തിന്റെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി പരിശുദ്ധ അമ്മ പറഞ്ഞതുപോലെ, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ എന്ന് പറയുമ്പോ നീ മൂന്നാം സദനത്തിലാണ്. പരിശുദ്ധ അമ്മ എന്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറഞ്ഞപ്പോ എത്രാമത്തെ സദനത്തിലാണിരുന്നു? മൂന്നാം സദനത്തിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവിതത്തിൽ ഒരു ദുഃഖം വന്നു. നിന്റെ 9 വയസ്സുള്ള മകന് ബ്ലഡ് ക്യാൻസർ വന്നു. തിരുവനന്തപുരത്ത് RCCയിൽ ചികിത്സിച്ച് നീ മടങ്ങി വരികയാണ്. ഏത് റിപ്പോർട്ടുമായിട്ടാണെന്ന് അറിയാവോ? ഇനി ഇങ്ങോട്ട് വരണ്ട, നിങ്ങൾ അടുത്തുള്ള പാലിയേറ്റീവിൽ കാണിച്ചാ മതി എന്ന റിപ്പോർട്ടും കയ്യിൽ പിടിച്ച് ഒരമ്മയും അപ്പനും 9 വയസ്സുള്ള മകനും കൂടെ ട്രെയിനിൽ തിരുവനന്തപുരത്ത് നിന്ന് തലശ്ശേരിയിൽ ട്രെയിൻ ഇറങ്ങുന്നതിന് വേണ്ടി ഇങ്ങനെ ട്രെയിനിലിരുന്ന് യാത്ര ചെയ്ത് പോരുമ്പോ അപ്പൻ അമ്മ ഈ പരിശുദ്ധ അമ്മ പറഞ്ഞതുപോലെ, കർത്താവേ അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ, അങ്ങയുടെ വചനം എന്നിൽ നിറവേറട്ടെ എന്ന് ഈ അപ്പനും അമ്മയ്ക്കും കണ്ണുനീരോടുകൂടെയാണെങ്കിലും ഹൃദയം നുറുങ്ങുന്ന വേദനയോടുകൂടെയാണെങ്കിലും കുഞ്ഞിന്റെ മുഖത്ത് നോക്കാൻ പറ്റാതെ മുകളിലേക്ക് ഓടുന്ന ട്രെയിനിന്റെ മുകളിലേക്ക് ഇങ്ങനെ നോക്കി, പുറത്തേക്ക് പോലും നോക്കാനുള്ള കെൽപ്പ് കിട്ടുന്നില്ല, മുകളിലേക്ക് ഇങ്ങനെ നോക്കിയിരുന്നിട്ട് അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ എന്ന് ഇടയ്ക്കൊക്കെ അടക്കുമ്പോ ആ കണ്ണിൽ നിന്ന് കണ്ണീരിറ്റു വീഴുന്നത് ഈ കൊച്ചു കാണുന്നുണ്ട്. എന്താണ് റിപ്പോർട്ടിലുള്ളതെന്ന് കൊച്ചിനറിഞ്ഞുകൂടല്ലോ. അങ്ങനെ ആ ഇരിക്കുന്ന ഇരിപ്പിലും ഈശോയെ നിന്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് 35-40 വയസ്സ് പ്രായമുള്ള ഈ അപ്പനും അമ്മയ്ക്കും പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ നീ മൂന്നാം സദനത്തിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, മൂന്നാം സദനത്തിലുള്ള മറ്റൊരു പ്രത്യേകത എളിമ എന്ന് പറയുന്ന പുണ്യമാണ്. അമ്മ ത്രേസ്യ പറയുകയാണ്, ഓരോരുത്തരും താൻ മറ്റെല്ലാവരെയും കാൾ മോശമാണെന്ന് സകലരും കരുതാൻ ആഗ്രഹിക്കുകയും അവർ അപ്രകാരം ചെയ്യുന്നതിനുള്ള ഉപാധികൾ ഒരുക്കുകയും വേണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതിന്റെ ഒരു ഉദാഹരണം ഇപ്പൊ എന്ത് പറയുമെന്നുള്ളതാണ് അച്ഛൻ. ഓരോരുത്തരും താൻ മറ്റെല്ലാവരെയും കാൾ മോശമാണെന്ന് സകലരും കരുതാൻ ആഗ്രഹിക്കുകയും. ഇപ്പൊ അച്ഛൻ, ഇപ്പോ ഇവിടെ 3 അച്ഛന്മാരുണ്ട്. നമ്മുടെ സെബാസ്റ്റ്യൻ അച്ഛനുണ്ട്, ജോസഫ് അച്ഛനുണ്ട്, അച്ഛനുണ്ട്. അപ്പൊ അച്ഛൻ എന്ത് ചെയ്യണം? മറ്റുള്ളവരെക്കാൾ, ഇവിടെയുള്ള മറ്റച്ഛന്മാരെക്കാൾ താൻ മോശമാണെന്ന് സകലരും കരുതാൻ ആഗ്രഹിക്കുക, ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുക. അതായത് അച്ഛനേക്കാളും നല്ല അച്ഛന്മാരാണ് നമ്മുടെ സെബാസ്റ്റ്യൻ അച്ഛനെന്നും ജോസഫ് അച്ഛനെന്നും നിങ്ങൾ കരുതുകയും മനസ്സിലാക്കുകയും ചെയ്യണമെന്ന് അച്ഛൻ ആഗ്രഹിക്കുകയും കരുതാൻ ആഗ്രഹിക്കുകയും അവർ, അതായത് നിങ്ങൾ അപ്രകാരം ചെയ്യുന്നതിനുള്ള ഉപാധികൾ ഒരുക്കുകയും വേണം. മൂന്നാം സദനത്തിലൂടെ കടന്നു പോകുമ്പോൾ ബുദ്ധിമുട്ട് മനസ്സിലായോ? അതായത് ഒരു വീട്ടിലെ ഒരു ഭാര്യ ചിന്തിക്കണം, എന്റെ ഭർത്താവിനെ എല്ലാവരും എന്നേക്കാൾ കൂടുതൽ ബഹുമാനിക്കണം എന്ന് ചിന്തിക്കുകയും അതിനുവേണ്ടി ഭർത്താവിനെ കുറിച്ച് നല്ല കാര്യങ്ങൾ പറയുകയും വേണം. ഭർത്താവ് എന്ത് ചിന്തിക്കണം? ഭാര്യ എന്നേക്കാൾ നല്ലവളും കഴിവുള്ളവളുമാണെന്ന് മറ്റുള്ള എല്ലാവരും ചിന്തിക്കുന്നതിന് വേണ്ടി ഭാര്യയെ കുറിച്ച് നല്ലത് പറഞ്ഞ് അവളെ മറ്റുള്ളവരുടെ മുൻപിൽ മറ്റുള്ളവർ അവളെ നല്ലവളായിട്ട് കരുതണമെന്ന് ആഗ്രഹിക്കണം. ഹല്ലേലൂയ,
ഒരമ്മായിയമ്മ എന്ത് ചെയ്യണം? വന്നിട്ടുള്ള മരുമകൾ എന്നേക്കാൾ മികച്ചവളും നല്ലവളുമാണെന്ന് അയൽക്കാരൊക്കെ പറയുന്നതിന് വേണ്ടി ആഗ്രഹിക്കുകയും അയൽപക്കത്ത് സംസാരിക്കാൻ പോകുമ്പോ എനിക്ക് അവളുടെ അത്രയൊന്നും കുക്ക് ചെയ്യാൻ അറിഞ്ഞുകൂടാ, എനിക്ക് അവള് നീറ്റായിട്ട് ചെയ്യുന്നത് പോലെയൊന്നും ചെയ്യാനൊന്നും പറ്റുന്നില്ല, അവള് നല്ല മിടുക്കിയാണ്, പ്രാർത്ഥിക്കാൻ അവള് പ്രാർത്ഥിക്കുന്നത് പോലെയൊന്നും എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, അവള് വീട്ടിലെ അപ്പച്ചൻ്റെ ഭർത്താവിൻ്റെ ഒക്കെ കാര്യങ്ങൾ നോക്കുന്നത് പോലെ എനിക്ക് അത്രയൊന്നും പറ്റാത്തൊരാളാണെന്ന് അയൽവക്കത്ത് ചെല്ലുമ്പോൾ സംസാരിക്കണം. അങ്ങനെ സംസാരിക്കുമ്പോൾ മറ്റുള്ളവർ ഈ അമ്മയേക്കാൾ മികച്ചവളായി മരുമകളെ കണക്കാക്കുകയും അവളെ പ്രശംസിക്കുകയും ചെയ്യും. അതിൽ ഈ അമ്മ സന്തോഷിക്കും. അങ്ങനെയാണ് ഇപ്പൊ നമ്മുടെ വീടുകളിലെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഓർത്തിട്ട് ചിരി അടക്കാൻ മേൽ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവർക്ക് സന്തോഷം കൊണ്ട് വീർപ്പ് കൂട്ടിയത് കൊണ്ട് ഒരു ഷെയ്ക്ക് ഹാൻഡ് കൊടുത്ത്. പ്രിയപ്പെട്ടവരെ, പല കുടുംബങ്ങളും തകർന്ന എങ്ങനെയാണെന്ന് അറിയാവോ? അയൽപക്കത്ത് എന്നിട്ട് പറയും, അവൾക്ക് ഒരു പണിയെടുക്കാൻ അറിഞ്ഞൂടാ, അവൾക്ക് കഞ്ഞി വെക്കാൻ പോയിട്ട് ചായ ഇടാൻ അറിഞ്ഞൂടാ, തുടക്കാൻ പോയിട്ട് അടിക്കാൻ അറിഞ്ഞുകൂടാത്തവളെയാണ് കെട്ടിക്കൊണ്ട് വന്നാക്കണത്. അവൻ എവിടെ നിന്ന് കിട്ടിയെന്നാവും, എന്റെ ദുരിതം എന്നൊക്കെ പറഞ്ഞ അയൽവക്കക്കാരെയൊക്കെ. കഴിഞ്ഞ ദിവസം ഒരു സഹോദരി വന്നിട്ട് അച്ഛനോട് പറഞ്ഞതാണ്, അച്ഛാ എൻ്റെ അമ്മായിയമ്മ എന്നെ പലരെയും കൂട്ടി പറയാണ്, അങ്ങനെ എനിക്ക് വീട്ടിൽ നിൽക്കാൻ പറ്റാണ്ടായിട്ടാണ് വേറെ വീടെടുത്ത് പോയത്. വീടെടുത്ത് പോയിട്ടും അവിടെ ഇരുന്ന് എല്ലാവരോടും ഫോൺ വിളിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അമ്മയ്ക്ക് ആകെ ഒരു ആഗ്രഹമുള്ളൂ, ദൈവൈക്യം എന്ന് പറയുന്ന ആഗ്രഹമല്ല, എന്നെ എങ്ങനെയെങ്കിലും നാറ്റിക്കണം. പ്രിയപ്പെട്ടവരെ, ഈ മൂന്നാം സദനത്തിലുള്ള ആത്മാവിന്റെ ആഗ്രഹമാണ് മറ്റുള്ളവർ തന്നെക്കാൾ വലുതായി കണക്കാക്കപ്പെടണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വന്തം മക്കളെ കുറിച്ച് കുറ്റം പറയുന്നവരുണ്ട്, പിന്നെയാണ് മരുമക്കൾ. ഓട്ടെ. ഇനി അടുത്തത്, അച്ഛൻ ഇത് മൂന്നാം സദനത്തിന്റെ രണ്ടാം ഭാഗം ഇന്ന് തീർക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ മൂന്നാമത്തെ പോയിന്റ്, അപ്പൊ ഒന്നാമത്തെ നമ്മൾ പറഞ്ഞു ഡിറ്റാച്ച്മെന്റ് ഫ്രം വൺസെൽഫ്, നമ്മളെ തന്നെ പരിത്യാഗിക്കുക. 2, എളിമയുള്ളവരാകുക. 3, കാസ്റ്റ് ഔട്ട് സെൽഫിഷ്നെസ്, നമ്മളിലുള്ള കുറെ സ്വാർത്ഥതകളുണ്ട്. അമ്മ ത്രേസ്യ എഴുതുക, സ്വാർത്ഥതയെ ബഹിഷ്കരിക്കാത്ത സ്ഥിതിഗതി അത്യന്തം ക്ലേശകരവും ശോചനീയവുമായിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്താണ് പറയുന്നത്? സ്വാർത്ഥതയെ പറഞ്ഞേ, ബഹിഷ്കരിക്കാത്ത സ്ഥിതിഗതി അത്യന്തം ക്ലേശകരവും ശോചനീയവുമായിരിക്കും. സ്വാർത്ഥത എന്ന് പറയുന്നത്, പ്രിയപ്പെട്ടവരെ, 2.5 വയസ്സുള്ള ഒരു കുഞ്ഞ്, അവന് 2.5 വയസ്സായപ്പോഴേക്കും അമ്മക്ക് അടുത്ത കൊച്ചായി. ഇപ്പൊ അമ്മ ഈ 2.5 വയസ്സുള്ള കൊച്ചിനെ താഴ്ത്തു വെച്ചിട്ട് 1 മാസം പ്രായമുള്ള കൊച്ചിനെ എടുത്തു വെച്ചുകൊണ്ടിരിക്കുക. അപ്പൊ കൊച്ചു പാല് കുടിച്ചുകൊണ്ടൊക്കെ ഇരിക്കാം. ഈ 2.5 വയസ്സുള്ള കൊച്ചിനെ സഹിക്കാൻ പറ്റുന്നില്ല. ഓടി വന്നിട്ട് കുഞ്ഞിക്കൊച്ചിന് ഒരു പിച്ച് കൊടുത്തിട്ട് ഓടിക്കളയും. അപ്പൊ കൊച്ചു കരഞ്ഞ്. അങ്ങനെ തന്നെ നമ്മൾ ഈ 2.5 വയസ്സുള്ള കുഞ്ഞിൽ തുടങ്ങി സ്വാർത്ഥതയുണ്ട്, ഇല്ലേ? ഈ കുഞ്ഞു കൊച്ചി 2 മാസം 3 മാസം പ്രായമുള്ള കൊച്ചിങ്ങനെ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവന് സഹിക്കാൻ പറ്റുന്നില്ല. അവിടെ ചെന്ന് അവനെ കൊണ്ട് പറ്റാവുന്ന ഒരു ഉപദ്രവം.
ഇനി ഈ 2 മാസം പ്രായമുള്ള കൊച്ചിനെ അമ്മ എടുത്തോണ്ടിരിക്കുമ്പോ കൊച്ചിന് ഭയങ്കര എന്നെ എടുക്കുന്നു പറഞ്ഞ് അത്രയും നാൾ വട എടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓടിപ്പോയിക്കൊണ്ടിരുന്നവൻ അടുത്ത കൊച്ചു വന്നു കഴിഞ്ഞപ്പോ അമ്മയുടെ തോളിൽ നിന്ന് ഇറങ്ങുന്നില്ല. കണ്ടിട്ടില്ലേ? ഇതെന്താണ്? ഇത് മുതൽ അങ്ങോട്ട് പിടിച്ചോ, മുകളിലേക്ക്. ഇത് മുതൽ മുകളിലേക്ക് ഈ കായേൻ ഈ കോംപ്ലക്സിനെ പറയുന്ന പേര്, സൈക്കോളജിയിൽ കോംപ്ലക്സിനെ പറയുന്ന പേര് കായേൻ കോംപ്ലക്സ് എന്നാണ്, കെയിൻ കോംപ്ലക്സ് എന്നാണ്. ഇങ്ങനൊരു വാക്കുണ്ട്. അതായത് ആബേലിനെ ദൈവം ഒന്ന് എടുത്തു. ഓക്കെ, ആബേലിന്റെ ബലി സ്വീകരിക്കപ്പെട്ടു. ആബേലിനെ നോക്കി ദൈവം ഒന്ന് ചിരിച്ചു. കായേന് സഹിക്കാൻ പറ്റിയില്ല. കായേൻ ആബേലിന്റെ തോളത്ത് കൈയിട്ടിട്ട് പറഞ്ഞു, പാടാ നമുക്ക് പാടം വരെ ഒന്ന് പോവാം എന്ന് പറഞ്ഞിട്ട് അവിടെ കൊണ്ടുപോയി അവനെ കുത്തിക്കൊന്നു. നിന്നെ നോക്കി ചിരിക്കണല്ലേ ഞാനുണ്ടായിട്ട്? എന്നെ നോക്കി ചിരിക്കാതെ നിന്നെ നോക്കി ചിരിക്കണല്ലേ? നീ ഇനി ജീവിച്ചിരിക്കണ്ട. കർത്താവിന് ഇനി ചിരിക്കാൻ ആരെങ്കിലും വേണമെങ്കിൽ ഞാൻ മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. ദൈവത്തിന്റെ മുഖം ആബേനിൽ പ്രസാദിച്ചു. ആബേനിലും അവന്റെ ബലിയിലും പ്രസാദിച്ചു. ദൈവം അവനെ നോക്കി ചിരിച്ചു. ഐ ആം ഹാപ്പി വിത്ത് യു എന്ന് പറഞ്ഞു ആബേലിനോട്. കായേനോടൊന്നും പറഞ്ഞില്ല. കായേന് സഹിക്കാൻ പറ്റില്ല. സ്വാർത്ഥത. ഹല്ലേലൂയ. ആഹാബ് രാജാവാണ്, ഇഷ്ടംപോലെ സ്വത്തുണ്ട്. രാജാവിനില്ലാത്ത സ്വത്തുണ്ടോ? അടുത്ത് കിടക്കുന്നവന്റെ മുന്തിരിത്തോട്ടം കണ്ടപ്പോ അതും കൂടി വേണമെന്നൊരു തോന്നല്. അത് കിട്ടിയില്ല. കിട്ടാണ്ടായപ്പോ എന്ത് ചെയ്തു? അവന്റെ ഭാര്യയും അവനും കൂടി അവനെ കൊന്നു. നാബോത്തിനെ കൊന്ന് അവന്റെ മുന്തിരിത്തോട്ടം സ്വന്തമാക്കി. ദാവീദിന്റെ സ്വാർത്ഥത, ദാവീദിനൊരു മോഹം, ദാവീദിന്റെ ഒരു മോഹത്തിൽ ഉറിയായി ഇവിടെ ഭാര്യ ആയിട്ടുള്ള ബത്ശബയുമായി വ്യഭിചാരം, ഉറിയായിക്ക് മരണം. സ്വാർത്ഥതയാണ്. പ്രിയപ്പെട്ടവരെ, ഈ സ്വാർത്ഥതയുടെ ഒരു ലിസ്റ്റ് പൗലോസ് അപ്പോസ്തലൻ എഴുതി വെച്ചിട്ടുണ്ട്. ഗലാത്യർക്ക് എഴുതിയ ലേഖനം എന്ന് പറഞ്ഞ അച്ഛൻ ഇന്ന് അവസാനിപ്പിക്കാം. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 17 മുതൽ 21 വരെ ഈ സ്വാർത്ഥതയുടെ ലിസ്റ്റാണ്. ജഡമോഹങ്ങൾ ആത്മാവിനെതിരാണ്. ആത്മാവിന്റെ അഭിലാഷങ്ങൾ ജഡത്തിനുമെതിരാണ്. അവ പരസ്പരം എതിർക്കുന്നത് നിമിത്തം ആഗ്രഹിക്കുന്നത് പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കാതെ വരുന്നു. ആത്മാവ് നിങ്ങളെ നയിക്കുന്നെങ്കിൽ നിങ്ങൾ നിയമത്തിന് കീഴിലല്ല. ജഡത്തിന്റെ വ്യാപാരങ്ങൾ എല്ലാവർക്കും അറിയാം. ഇനി സ്വാർത്ഥതയുള്ളവർ ചെയ്യുന്ന കാര്യങ്ങളാണ് വ്യഭിചാരം, അശുദ്ധി, ദുർവൃത്തി, വിഗ്രഹാരാധന, ആഭിചാരം, ശത്രുത, കലഹം, അസൂയ, കോപം, മാത്സര്യം, ഭിന്നത, വിഭാഗീയ ചിന്ത, വിദ്വേഷം, മദ്യപാനം, മധുരോത്സവം, ഇവയും ഇങ്ങനെ 15 ഇവയും ഈ ദൃശ്യമായ മറ്റു പ്രവർത്തികളുമാണ്. ഈ പ്രവർത്തികളുള്ളവർ 3-ാം സദനത്തിലല്ല. ഹല്ലേലൂയ. വ്യഭിചാരം, അശുദ്ധി, ദുർവൃത്തി, വിഗ്രഹാരാധന, ആഭിചാരം, ശത്രുത, കലഹം, അസൂയ. അപ്പൊ അസൂയ ഉള്ളവര് ഏത് സദനത്തിലല്ല? അവരാവിലാ സദനത്തിലാണെങ്കിലും 3-ാം സദനത്തിലല്ല. ശത്രുത ഉള്ളവര് ഒന്ന് കൈപൊക്കി. ഏത് സദനത്തിലല്ല? ഈ ഇടക്ക് ആരോടെങ്കിലും ഒക്കെ ഇങ്ങനെ വഴക്ക് കൂടുന്നൊരു നല്ല സ്വഭാവമുള്ളവരൊന്ന് കൈവയ്ക്ക്. കലഹോയി അതുള്ളവർ ഏത് സദനത്തിലല്ല? ഇത് പറഞ്ഞു വരുമ്പോ നമ്മളൊക്കെ പുറത്താവല്ല. ഇനി കോപമുള്ളവര് ഒന്ന് പറഞ്ഞ 2-ന് താടി ഇങ്ങനെ കടന്ന് വിറക്കും അല്ലേ? വിറക്കുന്നവര്, അങ്ങനെ കോപമുള്ളവര് ഏത് സദനത്തിലല്ല? 3-ാം സദനത്തിലല്ല. ഇപ്പൊ കോപം, മാത്സര്യം, എനിക്ക് വലുതാവണം, എനിക്ക് അവനേക്കാളും മുകളിൽ, അവളെക്കാളും മുകളിൽ. ഈ മാത്സര്യമുള്ളവര് ഏത് സദനത്തിലല്ല? കുറച്ചു പേരൊക്കെ എഴുന്നേറ്റ് പോകാൻ തുടങ്ങിയിട്ട് ഞങ്ങൾ ഇതിലല്ല. ഹല്ലേലൂയ. ഇനി ഭിന്നത, അവര് ഇവര്, കറുത്തവര് വെളുത്തവര്, ആ ദേശക്കാര് ഈ ദേശക്കാരെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭിന്നത കാണിക്കുന്നവരത് സഭയിലാണെങ്കിലും ഭിന്നതയുള്ളവര് ഏത് സദനത്തിലല്ല?
വിഭാഗീയ ചിന്തകള്, ആ വീട്ടുകാര്, ഈ വീട്ടുകാര്, ആ ദേശക്കാര്, ഈ ദേശക്കാര്, അല്ലേ, തമിഴന്മാര്, ബംഗാളികൾ, ഇങ്ങനെ വിഭാഗീയ ചിന്തകളുള്ളവര് ഏത് സദനത്തിലല്ല. ഇനി വിദ്വേഷം, അവനോട് ഞാൻ എന്നെങ്കിലും ചോദിച്ചിട്ട്, അവളോട് ഞാൻ എന്നെങ്കിലും കൈ കിട്ടും, ഇതിന് ഞാന് എന്തെങ്കിലും ചെയ്തിരിക്കും, എന്നിട്ട് ഞാൻ പറഞ്ഞു വിദ്വേഷം ഹൃദയത്തിൽ സൂക്ഷിക്കുന്നവര് എവിടെയാണ്? അല്ല, എവിടെയാണെന്ന് നമുക്ക് അറിഞ്ഞൂടെ, ഇവിടെ അല്ല. വിഭാഗീയ ചിന്ത, വിദ്വേഷം, മദ്യപാനമുള്ളവരെവിടെയാണ്? ഇതിന് പുറത്താണ്. മധുരോത്സവമുള്ളവരെവിടെയാണ്? പുറത്താണ്. ഇവയും ഈ ദൃശ്യമായ മറ്റു പ്രവർത്തികൾ 15 പറഞ്ഞിട്ട് പൗലോസ് അപ്പോസ്തലൻ അങ്ങോട്ട് മതിയാവുന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതൊന്നും അല്ല, ഇനിയും കുറെ ഉണ്ട്. അപ്പൊ എല്ലാം കൂടി കൂട്ടിയിട്ട് പറയാണ്, ഈ ദൃശ്യമായ മറ്റു പ്രവർത്തികളും. ഇത്തരം പ്രവർത്തികളിൽ ഏർപ്പെടുന്നവർ ദൈവരാജ്യം അവകാശപ്പെടുത്തുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അപ്പോൾ കാസ്റ്റ് ഔട്ട് സെൽഫിഷ്നെസ്, നിന്റെ ഉള്ളിലുള്ള സ്വാർത്ഥമോഹങ്ങളിൽ നിന്ന് നീ വിടുതൽ പ്രാപിക്കുക. അതുകൊണ്ടാണ് അമ്മത്രച്ച് പറയാണ്, ഈ സ്വാർത്ഥതയെ ബഹിഷ്കരിക്കാത്ത അവസ്ഥ അത്യന്തം ക്ലേശകരവും ശോചനീയവുമായിരിക്കും. എന്റെ സുഖം, എന്റെ പൊങ്ങച്ചം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന അവസ്ഥ ക്ലേശകരവും ശോചനീയവുമായിരിക്കും. ദൈവം മനുഷ്യനെ നോക്കി പറഞ്ഞു, മനുഷ്യനേകനായിരിക്കുന്നത് നന്നല്ല, അവന് ചേർന്ന ഇണയെ ഞാൻ നൽകും. എന്തുകൊണ്ടാണ് മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ലാത്തത്? പച്ചന്മാര് ഞങ്ങൾ ഒറ്റയ്ക്ക് ജീവിച്ചിട്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. കുഴപ്പമില്ല എന്ന് മാത്രമല്ല, ഇതാണ് സുഖം. യുവതി യുവാക്കൾ കേൾക്കുന്നുണ്ടെങ്കിൽ കേക്ക്. അച്ഛനാവുക എന്ന് പറയുന്നത് പോലെ സുഖമുള്ള വേറെ പരിപാടിയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോ ദൈവം പറഞ്ഞു മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് പറുദീസയിൽ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? പ്രിയപ്പെട്ടവരെ, ഏകനായിരിക്കുന്ന മനുഷ്യൻ എന്താണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? ഒറ്റയ്ക്ക് അയാൾ മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കും. അയാൾ എന്താ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? ഞാൻ ഏകനാണെന്നല്ല അയാൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, എനിക്കെപ്പ തിന്നണം, എനിക്ക് തിന്നാൻ എന്തുണ്ട്, എനിക്ക് ഉടുക്കാൻ എന്തുണ്ട്. ഇത് കല്യാണം കഴിച്ച ചില ആളുകൾ അങ്ങനെ ജീവിക്കുന്നവരുണ്ട്. അത് പോട്ടെ, അവരുടെ കാര്യം വിട്. എനിക്ക് എന്ത് തിന്നണം, എനിക്ക് 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 എന്ന് മാത്രം ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് ഏകനായിരിക്കുന്ന അവസ്ഥ. വേറൊരാളെ കുറിച്ച് ചിന്തിക്കാൻ വേറൊരാളില്ലല്ലോ. അപ്പോൾ എനിക്ക് 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥ നന്നല്ല, അത് കൊള്ളൂല്ല. അപ്പോൾ അവന് ഒരു ഭാര്യയെ കിട്ടി, ഇനി അവൻ എന്ത് ചിന്തിക്കണം? എനിക്ക് എനിക്ക് എന്നല്ല ചിന്തിക്കുന്നത്, അവൻ നിനക്ക് ഞാൻ എന്ത് തരണം, നിനക്ക് എങ്ങനെ സന്തോഷമുണ്ടാകണം, നിനക്ക് വേണ്ടി ഞാൻ എന്താണ് ചെയ്യേണ്ടത്. അപ്പോൾ എനിക്ക് എനിക്ക് എന്ന് ചിന്തിച്ചു കൊണ്ടിരുന്നവന് കൂടെ ജീവിക്കാൻ ഒരാളെ കിട്ടിയപ്പോ അന്ന് മുതൽ അയാൾ ചിന്തിക്കുന്നത് പിന്നെ തന്നെ കുറിച്ച്, തനിക്ക് എപ്പോ കിടക്കണമെന്നോ, തനിക്ക് എവിടെ കിടക്കണമെന്നോ, തനിക്ക് എങ്ങനെ സന്തോഷം ഉണ്ടാവണമെന്നോ ഒന്നും ചിന്തിക്കുന്നില്ല. അവന്റെ ചിന്ത മുഴുവൻ നിനക്ക് ഞാൻ എന്ത് ചെയ്തു തരണം, നിനക്ക് ഞാൻ എന്താണ്, നിനക്ക് വേണ്ടി എങ്ങനെയാണ് ഞാൻ ജീവിക്കേണ്ടത് എന്നാണ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. അല്ലേ? ഇപ്പൊ നിങ്ങളുടെയൊക്കെ ഭർത്താക്കന്മാരുടെ കാലത്ത് മുതൽ വൈകുന്നേരം വരെയുള്ള ചിന്ത എന്താണ്? എന്താണ്? നിങ്ങൾ കേട്ടില്ലേ ചോദിച്ചു? അല്ലെങ്കിൽ അവരുടെ ചിന്ത വിട്. നിങ്ങളുടെ കാലത്ത് മുതൽ വൈകുന്നേരം വരെയുള്ള ചിന്ത എന്താണ്?
എങ്ങനെ എന്നെ തന്നെ, അല്ലെങ്കിൽ ഭർത്താവിന് വേണ്ടി, മക്കൾക്ക് വേണ്ടി എങ്ങനെ എന്നെ തന്നെ ഒരു ബലിവസ്തുവായി അടുപ്പിൽ ഈ വിറക് കൂട്ടിയിരിക്കുന്നതിൻ്റെ കൂടെ വിറക് കൂട്ടിയിരിക്കുന്ന ആ അടുപ്പിൽ പ്രിയപ്പെട്ടവരെ കിടന്ന് കത്തുന്നത് ആ വിറക് മാത്രമല്ല, നിങ്ങളുടെ ആത്മാവും ശരീരവും മനസ്സും അവിടെ കിടന്ന് കത്തുന്നില്ലേ? ഇല്ലേ? തിളച്ചുകൊണ്ടിരിക്കുന്നത്, വെള്ളത്തിൽ കിടന്ന് തിളക്കുന്നത് ഇട്ടാരി മാത്രമല്ല, നീ അതിനോടുകൂടെ ചേർത്ത് വെച്ച നിന്റെ ചങ്കും ആ വെള്ളത്തിൽ കിടന്ന് വേവുകയും തിളച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം നീ വേവിച്ചു കൊടുക്കുന്നത് ചില ഭക്ഷണ പദാർത്ഥങ്ങളല്ല, മത്സ്യവും മാംസവുമല്ല നീ വേവിച്ചു കൊടുക്കുന്നത്. നീ വേവിച്ചു കൊടുക്കുന്നത് നിന്റെ ശരീരവും മനസ്സും ആത്മാവും നീ വേവിച്ച് നിന്റെ മക്കൾക്ക്, നിന്റെ ജീവിത പങ്കാളിക്ക് നീ ഭക്ഷണമായി കൊടുത്തുകൊണ്ട്, അങ്ങനെ കൊടുത്ത് നീ ദിവ്യകാരുണ്യം പോലെ ആയിത്തീരുകയാണ്. ഈശോ തന്നെ നമുക്ക് വേണ്ടി ഭക്ഷണമാക്കിയതുപോലെ ഒരമ്മ, ഒരു അപ്പൻ ഒരു വീട്ടിൽ തൻ്റെ ജീവിത പങ്കാളിക്ക്, മാതാപിതാക്കൾക്ക്, മക്കൾക്ക് വേണ്ടി തന്നെ വേവിച്ചെടുത്ത് ഭാഗിച്ച് നൽകുമ്പോൾ നീയും ഒരു ദിവ്യകാരുണ്യമായി മാറുകയാണ്. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ, ഈശോയേ. അപ്പോൾ നിനക്കൊരു കുടുംബം ദൈവം തന്നിരിക്കുന്നത് നീ ആ കുടുംബത്തിൽ ദിവ്യകാരുണ്യമായി മാറാനാണ്. അപരനെ വേവിച്ച് തിന്നുന്നവളല്ല, അപരനെ വേവിച്ച് തിന്നുന്നവനല്ല, തന്നെ വേവിച്ച് നൽകുന്നവനാണ് ദിവ്യകാരുണ്യം. നീ നിന്നെ തന്നെ ഇതുപോലെ സ്വാർത്ഥതയില്ലാതെ നിന്റെ ചിന്തകൾ, നിന്റെ വാക്കുകൾ, നിന്റെ പ്രവൃത്തികൾ നിന്റെ കുടുംബത്തിന് നീ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ നിന്നിൽ ഈ രൂപാന്തരീകരണം സംഭവിച്ച് നീ ക്രിസ്തുവിനെ പോലെ ആയിത്തീരുകയാണ്. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ.